നമ്മളൊക്കെ സുലാസി മസ്ജിദ് ഫീ ഇത്തരം ഇടങ്ങേറ് കുടിച്ച കൊണ്ടാൻ വേണ്ടിയാണ് അജിനാസ് എന്ന് അറിഞ്ഞില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ ഈ ജാതി ഉണ്ടോ വേറിടാത്തൊരു വളഞ്ഞു? അപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്ന രസം എന്താ അറിയോ, സോക്കട അവിടെയല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് എനിക്ക് നല്ല ബന്ധം എപ്പിസ്ഥാനായിട്ട്, ഇനിയും ആ ബന്ധം നന്നാകണം എന്നാണ് നമ്മൾ ആഗ്രഹം, മൂപ്പര നിലപാട്. മർക്കസ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഇറക്കിയ സ്ഥാപനമാണ്, യാതൊരു സംശയവുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ സംഭാവന വലുത് തന്നെയാണ്. മാത്രമല്ല അനവധി ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുമുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് സുന്നികൾ തന്നെയാണ്. ഞാൻ സുന്നിയാണ്, സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഉണ്ട്. പ്രവർത്തനങ്ങളെയും രീതികളൊക്കെ എങ്ങനെയാണ്? വ്യക്തിപരമായി അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനിയും ആ സുഹൃത്ത് ബന്ധം, വ്യക്തിപരമായ സുഹൃത്ത് ബന്ധം മാത്രമായി നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് സമൂഹത്തിന് പ്രയോജനപ്പെടാന്നുണ്ടെങ്കിൽ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം ഒഴിവാകണം എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ പള്ളിക്ക് അടിയിൽ നിർത്തും, തെരുവിൽ തോന്നിയാസം പറഞ്ഞിട്ടും വേണ്ട ജീവിച്ചു പോകാൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് വ്യക്തിപരമായ ബന്ധം നിർത്തിയിട്ട് പ്രാസ്ഥാനികമായി ബന്ധാകണം. മർക്കസിക്കൊന്ന് അങ്ങോട്ട് പോകണം, ഇപ്പുറത്തൊന്ന് ഇങ്ങോട്ട് വരണം, ഇതാണ് അദ്ദേഹം പറയുന്നത്. മാത്രല്ല മർക്കസിൽ വന്ന ആൾക്കാരെ നിലപാടെന്താ? PK ഫിറോസ് സാഹിബ് മൂപ്പര് പറയുന്നത് വന്നത് വന്ന് ഇഞ്ഞു പോകൂലെന്നല്ല, വരാത്തോലും ഇഞ്ഞു വരേണ്ടി വരും എന്നാ പറയുന്നത്. മർക്കസിന്റെ 33ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ദേശസുരക്ഷാ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. മർക്കസുമായി വ്യക്തിപരമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും സംഘടനാപരമായി ഒരകൽച്ചയുള്ളതിൽ ഏറെ പ്രയാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ആ അകൽച്ചയും ഈ സമ്മേളനത്തോടു കൂടി കുറഞ്ഞു വരുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ എതിർപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെയും മർക്കസിന്റെയും നേട്ടങ്ങളെ അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. വന്നത് വന്ന് ഇഞ്ഞു പോകൂലെന്നല്ല, ഞങ്ങൾ പോയോലൊക്കെ പോയി ബാക്കിയുള്ളവരും പോന്നോളിന്നാവല് പറയണേ. സോക്കട എവിടെ അറിയങ്ങള്? പോയത് പോയി ഇഞ്ഞു പോകൂലെന്നല്ല, സോക്കട അവിടെയല്ല, ഇപ്പുറത്താ. മോലിയര് പറയുന്നുണ്ട്, എന്താ പറയുന്ന അറിയോ? പോയത് പോയി ഇഞ്ഞു പോകരുതേ, അവിടെ സോക്കടേ. മൂപ്പര് പറയാ ഞങ്ങൾ ഒരിക്കങ്ങൾക്ക് സമ്മതം തന്നിട്ടുള്ളൂ, അപ്പൊ ഒരിക്കങ്ങൾ പോയാ മതി, ഇഞ്ഞങ്ങൾ പോകരുത്. അല്ല നിങ്ങളാണ് പോകുകയാണെങ്കിൽ പോവും ചെയ്തോളിട്ടോ മോലിയര്. അപ്പൊ സോക്കട് ഇപ്പുറത്താ. ഈ ഞങ്ങൾ സമ്മതം ചോദിച്ചു പോയ ആളുകൾ ആരാ ഈ സമ്മതം ചോദിക്കണേ? ഇന്ത്യ രാജ്യത്ത് അംഗീകൃതമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലേ ഈ UDF ഗവൺമെന്റിന്റെ രണ്ടാം കക്ഷിയായൊരു രാഷ്ട്രീയ പ്രസ്ഥാനം. രാജ്യത്ത് 5 മന്ത്രിമാരെ കൈകാര്യം ചെയ്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ MLA മാരും മന്ത്രിമാരും പോകേണ്ടത് എവിടെയെന്ന് തീരുമാനിക്കാൻ മുസ്ലിം ലീഗിനായി പുറകാൻ പറ്റില്ലേ? നിങ്ങൾ ഏത് ദുന്യാവിലാ ജീവിക്കണേ? ഇനി ഇതൊരു കാര്യം തീരുമാനിക്കണ വരെ അവരെ ഒരു യോഗത്തിലും പങ്കെടുക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനം. ഒരു യോഗം ഒന്ന് ചോദിച്ചു, ഈ യോഗത്തൊന്ന് പോയിക്കൂടെയാണ്, പോയിക്കോളിയെന്നും പറഞ്ഞു. ഇതെന്താ കുട്ടികൾ മൂത്രമൊഴിച്ചാൻ പോവുക മദ്രസന്ന്? ഒന്ന് ചോദിച്ചേ. അത് ഞാൻ എല്ലാ യോഗത്തിനും പോകാനൊരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതിനർത്ഥമില്ല. അത് പോകാൻ പറ്റൂല എന്ന് ഞങ്ങളെ അഭിപ്രായം. കിട്ടണമെങ്കിൽ പോകാം, അത് വേറെ വർത്താനം. ഓലെ ഇഷ്ടത്തിന് പോകാനാണെങ്കിൽ പിന്നെ എന്തെത്തിന് നിങ്ങളെ വക്കാലത്ത്? അപ്പൊ നോക്കാ നിങ്ങൾ എന്താണ് വല്യോല് ഇങ്ങനെയൊക്കെ ആയ കാട്ടുക. അപ്പൊ പോയത് പോയി ഇഞ്ഞു പോകൂലെന്ന് പറഞ്ഞ് ഉസ്താദിന്റെ മുഖം കെട്ടൊക്കെ അല്ല, പോയത് പോയി ഇഞ്ഞു പോകരുത് എന്ന് മൂല്യന്മാര് ചിത്താന്തം പിടിച്ചേക്ക. അതിനൊന്നും ഉസ്താദിന്റെ മുഖം കെട്ടണ എങ്ങനെയാ? ഇനി വല് പറയണേ ഇയാൾക്ക് എല്ലാം ഉണ്ടല്ലോ, പക്ഷെ സമൂഹത്തിൽ എന്ത് അംഗീകാരം ഇയാൾക്കുള്ളത്?
ഇയാൾക്ക് എല്ലാ ഭൗതിക സംവിധാനങ്ങളും പ്രൗഢിയും പ്രതാപങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഒരു ദിവസം പോലും അയാൾ ഈ സമൂഹം അംഗീകരിക്കാൻ തയ്യാറല്ല. ഏതാ ഈ സമൂഹം? ചേളാരി ഓഫീസിലുള്ള പത്താളം. നിങ്ങൾ ഏതാ ഈ സമൂഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഒന്ന് ബോർഡയ്ക്കുന്ന ആളെ ഏതാ ഈ സമൂഹം? ഏതാ ഈ സമൂഹം? ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ, സാംസ്കാരിക സംവിധാനങ്ങളിൽ, മതസംവിധാനങ്ങളിൽ, ആഗോളതലത്തിലെ ഇസ്ലാമിക ചലനങ്ങളിൽ ആരാണ് കൂട്ടരെ ഇന്ത്യ രാജ്യത്തെ ഔദ്യോഗിക മുസ്ലിം പണ്ഡിതൻ? ഖമറുലുലമ കാന്തപുരം ഉസ്താദ. ഇന്നലെ മിനിയാന്നൊക്കെ നിങ്ങൾ മാതൃഭൂമി പത്രം അടക്കം വായിച്ചില്ലേ? ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ സൗദിയായിൽ അധികാരികളെ കാണുന്നതിന്റെ മുമ്പേ മണിക്കൂറോളം രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല ഈ രാജ്യത്തിന് ഇന്ന് കുടുംബം പോറ്റാൻ വിദേശം താണ്ടിപ്പോയ പ്രവാസികളുടെ പ്രയാസം പറയാൻ മക്കയിലെ ഗവർണറുടെ ഓഫീസിലിരുന്ന് അത് കാര്യം ബോധ്യപ്പെടുത്താനുണ്ടായ പണ്ഡിതൻ ഖമറുലുലമ കാന്തപുരം മുസ്ലിയാരാ. ചേളാരി തിരൂരങ്ങാടി മലപ്പുറം ബീഡിങ്ങളാലോ വർത്തനം. ഒന്നും കേട്ടിട്ട് ദുന്യാവുക്ക് വേരി ഒന്നും എന്തിനാണ് പഠിച്ചോനെ ഇതൊക്കെ പറയിപ്പിക്കുന്നത്? ഈ കൗമ് എന്നാണ്. കൊക്ക് കൊണ്ടാലെന്നേലും അറിയും. ഇത് എന്തായാലും അറിയില്ലെങ്കിൽ എങ്ങനെയാ ഇതിനൊക്കെ മരുന്ന് കൊടുക്കുക നമ്മള്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ നോക്കി ഇനി സമൂഹത്തിൽ ആരാ? ഒരുപാടുണ്ട്. വഹാബി നവോത്ഥാനം പൊളിച്ചെഴുതിയ ഖമറുലുലമയുടെ കർമ്മ വിപ്ലവം എന്ന വിഷയത്തിൽ അത് ധാരാളം ക്ലിപ്പിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വിഷയം നോക്കുങ്ങള്. ബഹുമാനപ്പെട്ട ശങ്കരനാരായണം പറയട്ടെ. ആ CD ഇവിടെ വാങ്ങാൻ കിട്ടും. സഹോദരന്മാരെ, ഞാൻ വളരെ നിഷ്കളങ്കമായ നിറഞ്ഞ മനസ്സോടും അഭിമാനത്തോടും ആദരവോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ടാണ്. അതിശയോക്തിയുടെ കണിക കലരാതെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ 110 കോടി ജനങ്ങളുണ്ട്. 110 കോടി. ചൈന കഴിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആരെങ്കിലും 33 വർഷക്കാലം കൊണ്ട് ഇത്ര യുവത്വം തുളുമ്പി നിറഞ്ഞ് പതഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഉസ്താദിനല്ലാതെ ആർക്കാണ് സാധിച്ചത്? ഇത് മഹാരാഷ്ട്ര ഗവർണറാണ്. ഇയാളിപ്പോ നിങ്ങൾ സമൂഹത്തിലെ മെമ്പറായി കൂട്ടോ? ഇയാൾക്ക് ചേളാരി മെമ്പർഷിപ്പ് ഒന്നുമില്ല. ബാക്കി സാധിച്ചിട്ടുള്ളത് ആർക്കാ പറഞ്ഞു കൊടുക്കി? ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംഗ്ലീഷൊക്കെ അറിയോ എസ്കക്കാരങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഞങ്ങൾ SSFന്റെ കുട്ടികളോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ SSFന്റെ കുട്ടികൾ ഇപ്പോൾ IT ടീം അംഗങ്ങളാണ്. മനസ്സിലായ ഞങ്ങൾക്ക്? ഒന്നാണ് ചോദിച്ചു പഠിച്ചാൽ മതി. ഇപ്പോൾ 10 നിമിഷം മുമ്പ് ഞാൻ അറിഞ്ഞു, അദ്ദേഹം ഇവിടെ ഇരുന്ന് ഇങ്ങനെ 4 പുറം നോക്കി. അദ്ദേഹം ഒരാളെ വിളിച്ചു പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ഒരാളെ വിളിച്ച് ഇങ്ങോട്ടിരുത്ത് എന്ന്. എൻ്റെ പടച്ചോനെ, ഇതാരെ കൊണ്ടാ സാധിക്കുക? അതല്ലേ ലീഡർഷിപ്പ്? അതന്നെയാണ് ലീഡർഷിപ്പ്. നിങ്ങളെ കൂട്ടത്തിൽ ആർക്കുള്ളത് പറഞ്ഞേരി? ഇത് സമൂഹത്തിലൊരു മെമ്പറാ, ചില്ലറക്കാരനല്ല. അദ്ദേഹത്തിന് 33 വർഷക്കാലം കൊണ്ട് ഇത് വളർത്തിയെടുക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കാന്തദക്ഷിത്വമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിപ്പോൾ വളർന്ന് വികസിച്ച് പന്തലിച്ച് പുഷ്പിച്ചു നിൽക്കുന്നു. കാണാൻ തന്നെ എന്തൊരു അതിശയാണ്. പല സ്ഥാപനങ്ങളിലും നമുക്ക് പോയാൽ അതിനവിടെ ഒന്ന് ബന്ധു നോക്കണ്ടേ? ബലം പറഞ്ഞിട്ട് കാര്യമില്ലേ, ഒന്ന് ബന്ധു നോക്കണ്ടേ? അവിടെ കുറേ കുപ്പ, ഇവിടെ കുറേ കുപ്പ, അവിടെ കുറേ അലവലാദികൾ, ഇവിടെ കുറേ അലവലാദികൾ. ഇത് സ്പിക്ക് ആൻഡ് സ്പാൻ. എന്തൊരു വൃത്തി, എന്തൊരു ഐശ്വര്യം, എന്തൊരു ഡിസിപ്ലിൻ. ഞാനിപ്പോൾ 19 യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് മഹാരാഷ്ട്രയിൽ.
9,000-ത്തിലധികം കോളേജുകളുണ്ട്. ആ അത് നമ്മളെ കൂരിയാട്ട ചാൻസലറല്ല, ഇതൊക്കെ ഒരു 1.5. അത് കൊണ്ടു നടക്കാനുള്ള പ്രസവവേദന എനിക്കല്ലേ അറിയുള്ളൂ. അതും മഹാരാഷ്ട്രയിൽ. ഇദ്ദേഹം അവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കുറച്ചു നേരം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവിടെയുമുണ്ട് ഇവിടെ കാണുന്ന അത്ര അദ്ദേഹത്തിന് ആരാധകർ. മഹാരാഷ്ട്രയിലും. എവിടെ? തേഞ്ഞിപ്പലത്തല്ല. AP ഉസ്താദ് സത്യം പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസ വിചക്ഷണമാണ്, വലിയ എഞ്ചിനീയറുമാണ്. എന്താ പള്ളി എത്ര ഉണ്ടാക്കി? ഇനിയപ്പോ ഒരു 40 കോടി പ്രശ്നമല്ല മക്കളെ. ഞാൻ ചോദിക്കട്ടെ, ഈ കെട്ടിടങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കണം, ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കുക. എന്തൊരു ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റേത് അവിടെ ഒരു കോണ്, ഇവിടെ ഒരു കോണ്, അവിടെ ഒരു മൂത്രശാല, ഇവിടെ ഒരു ഭക്ഷണശാല, മൂത്രശാലയ്ക്ക് തൊട്ട് ഭക്ഷണശാല, ഭക്ഷണശാലയ്ക്ക് തൊട്ട് ഇതൊന്നും ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് എന്തൊരു ഉൾക്കാഴ്ച, എന്തൊരു വിശാലമായ ഉൾക്കാഴ്ച. നിങ്ങൾക്കും പോതില്ല എസ്കക്കാരെ അതൊന്ന് കാണാനേ. നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് ഞങ്ങളിപ്പോ ഒന്ന് പോന്നൂടെ? എന്തിനായിക്കോ ഇന്ദും പാസിയൊക്കെ തോട്ടൂന് വേറെ പണിയില്ലായിട്ട് ഞങ്ങളതിനെന്തിനാ വയലാ നിൽക്കണേ? ഞാൻ ഇതിൻ്റെ ഇടയിൽ മഹാരാഷ്ട്രയിൽ ഒരു ലേഖനം വായിച്ചപ്പോൾ, ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ലേഖനം വായിച്ചപ്പോൾ, ഈ ഇരിക്കുന്ന കാന്തപുരം, നമ്മളുടെ ബഹുമാന്യനായ കാന്തപുരം, ഇത്ര വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാന്തപുരം കാശ്മീരിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്ത്? എവിടെ? കാശ്മീരിൽ. കാശ്മീർക്ക് ഏപ്പിസ്തവ് പോണത് എന്തിനാ തിരിഞ്ഞില്ലപ്പോ? ചിലർക്ക് ഇങ്ങനെ എല്ലാ അടുക്കളയിലും കയറിയ പരിചയമുള്ളൂ. ഇവര് അവനാനെ പോലെ മറ്റോലെയും കരുതി എന്താ കാട്ടുക? ഇവിടെയുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാശ്മീരിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട്? നാളെ ബോർഡെക്കി എസ്കക്കാർ എത്രണ്ട്? ബോർഡെക്കി. He is the only person outside Kashmir. He is the only leader outside Kashmir. കാശ്മീരിലെ കുട്ടികൾ ഇവിടെയും പഠിക്കുന്നു. അപ്പോ എസ്കക്കാർക്ക് പൂർത്തിയേടായി. സമൂഹത്തിൽ ഉസ്താദിന്റെ ഈ അംഗീകാരം കുറക്കാനാണല്ലോ എസ്കക്കാരെ പരിപാടി. ഇതൊക്കെ പാടെ കേട്ടപ്പോ ഇതിന് കുറച്ച് മൂല്യന്മാര് ചണ്ടിയും കോലും കൊടുത്ത് പത്രസമ്മേളനം. എന്താ പത്രസമ്മേളനം എന്നറിയോ? ഇവിടത്തെ BJP-കാരൻ പറയാത്തത്, RSS-കാരൻ പറയാത്തതോ, ഇന്ത്യ രാജ്യത്ത് മൂക്ക് കീഴ്പ്പെട്ട ഒരു മനുഷ്യൻ പറയാത്ത ധിക്കാരം. എസ്കക്കാര വക പത്രസമ്മേളനം തലി കെട്ടി മൂല്യന്മാര് വന്നു തീർക്കുകയാണ്. ഇതിനറിയോ? കാന്തപുരത്തിന്റെ തീവ്രവാദ ബന്ധം അന്വേഷിക്കണം. കാശ്മീരിന് എത്തിക്കുട്ടികളെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുത്ത് ഇന്ത്യ എന്താണ്, ഇന്ത്യക്കാരാരാണ് എന്ന് പറഞ്ഞ് കാരന്തൂരിലെ ബോയ്സ് ഹൈസ്കൂളിന്റെ മുറ്റത്ത് കറുത്ത തുണിയെടുത്ത ഹൈന്ദവനെയും കുരിശുമാലയണിഞ്ഞ ക്രൈസ്തവനെയും തൊപ്പിവെച്ച മുസൽമാനെയും ഫുട്ബോൾ കൊടുത്ത് കളിപ്പിച്ചു. ആ ഉല്ലാസം കണ്ട് അല്ലാമ ഇഖ്ബാലിന്റെ പൂങ്കാവനമായി ഇന്ത്യയെ പരിചയപ്പെടുത്തുന്ന കാശ്മീരികള് ഇന്ത്യക്ക് കൈമാറുന്ന കാന്തപുരം ഉസ്താദിന്റെ കർമ്മ പദ്ധതിയെ എസ്കക്കാര വക പത്രസമ്മേളനം. വാർത്തകൾ തുടർന്ന്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാശ്മീർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തീവ്രവാദ വിരുദ്ധ പ്രചരണത്തിന് കാന്തപുരവുമായി സഹകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. ആരെയപ്പോ നിങ്ങളോട് സഹകരണം ചോദിച്ചേ? നോക്കിങ്ങൾ സനദിന്റെ കമ്മിയത് നേരത്തിന് അരി തിന്നണ ആർക്കത് തിരിയാത്ത സനദിന്റെ കുറവാത് ആണോ? എന്നാൽ അതിന് മറുപടി പറയുന്നു ഇന്ത്യ രാജ്യത്തെ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ വയലാർ രവി. എന്നുള്ള ക്ഷണം ഒരിക്കലും നിരസിക്കാൻ മനസ്സ് അനുവദിക്കാറില്ല, ചിന്തിക്കാറും ഇല്ല. മറ്റു പരിപാടികളുള്ളപ്പോഴും ചിലത് മാറ്റിവെച്ചും ചിലത് അഡ്ജസ്റ്റ് ചെയ്തും എത്തുക എന്നുള്ളതാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അവിടെ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കാശ്മീരിലെ 250-300ഓളം കുട്ടികൾ
എൻ്റെ നാട്ടിലെ മർക്കസ് എന്ന സ്ഥാപനത്തിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. കേരളവും കാശ്മീരും രണ്ടറ്റത്താണെങ്കിലും ഞങ്ങളുടെ സ്നേഹവും സൗഹൃദവും നമ്മുടെ രക്തബന്ധവും വലുതാണ്. ആ കുട്ടികളെ ഞങ്ങളുടെ കുട്ടികളായി കാണുന്നു, ഞങ്ങളുടെ കേരളത്തിൻ്റെ മക്കളായി കാണുന്നു. അവർ വിദ്യാസമ്പന്നരായി തിരിച്ചു വരുമ്പോൾ അത് ഈ കാശ്മീർ താഴ്വരയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് അവിടെ പത്രക്കാരോട് ഞാൻ പറയുകയുണ്ടായി. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. അഭിമാനത്തോടെ, സന്തോഷത്തോടെ കാശ്മീർ താഴ്വരയിൽ നിന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞു, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, അവർ ഞങ്ങളുടെ നാട്ടിൽ വിദ്യാഭ്യാസം നടത്തുന്നു എന്ന് പറയാൻ അവസരമുണ്ടാക്കി തന്നത് മർക്കസാണ് എന്നതിലാണ് എനിക്ക് സന്തോഷം. അന്വേഷിച്ചിക്കണ് സാർ, റിപ്പോർട്ട് വരിക സാർ. നിങ്ങൾ അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞ്? അന്വേഷണ റിപ്പോർട്ടാണ്. കാന്തപുരം ഉസ്താദിനെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ കുപ്രചരണങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിന് മുഴുവനും നിങ്ങൾക്ക് മറുപടി തന്നത് ചരിത്രമാണ് കൂട്ടരെ, കാലമാണ് ഈ കൂട്ടരെ. ലോകത്തിന്റെ ചരിത്രം വായിക്കുന്ന ഒരു വിദ്യാർത്ഥി കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെ എങ്ങനെയാ വായിക്കുക ഒന്ന് ആലോചിച്ചു തുടങ്ങുക. മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? രാജഗോപാൽ മർക്കസിൽ വന്നു, അവിടെ ആര് വന്നാലും ചായ കൊടുത്തു. അപ്പൊ പറഞ്ഞു കാന്തപുരം രാജഗോപാലിന് 1 കോടിയാ കൊടുത്തത്. ശ്രീധരൻപിള്ള പറഞ്ഞു നമുക്കൊരു കോടിയും കിട്ടിയിട്ടില്ല, കുറച്ച് അണ്ടിപ്പരിപ്പും കട്ടൻ ചായ കിട്ടിയത്. എന്നിട്ട് സഹോദരന്മാരെ അത് ആരോപിച്ച നാട്ടിക മുസ്ലിയാർ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ശ്രീധരൻപിള്ളന്റെ വാക്ക് കടമെടുക്കുക. ആ ശ്രീധരൻപിള്ളന്റെ വാക്ക് കടമെടുത്തിട്ട് ശ്രീധരൻപിള്ള പറയുന്നു, അന്ന് ഫാസിസ്റ്റുകൾക്ക് സ്വീകരണം കൊടുത്താൽ അനിസ്ലാമികമാണെന്ന് ഫത്വ കൊടുത്ത സമസ്തക്കാർ, ആ സമസ്തക്കാർ ഞങ്ങളെ തേടി വന്നു അവരുടെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ. അല്ലേ, ഒരു കാലത്ത് നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ മുഖം കെടുത്താൻ പറഞ്ഞ ആരോപണ, പക്ഷേ ആ ആരോപണത്തിന് മറുപടി പറയുന്നത് കാലമാണ്. കാലത്തിന്റെ തിരിച്ചറിയാണ് സഹോദരന്മാരെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്തിനായി വയ്യാവേലിക്ക് പോണത്? നിങ്ങൾ ആരോടാ കളിക്കുന്നതെന്നറിയോ? ആ കളിക്കുന്ന പണ്ഡിതൻ ഈ രാജ്യത്തെ CM വലിയുള്ളാഹിയുടെ ആത്മീയ ആശീർവാദങ്ങൾ, വടകര മമ്മദാജി തങ്ങളുടെ ആശീർവാദങ്ങളോ അന്തൃപാപ്പയുടെ ആശീർവാദങ്ങളോ അടുത്ത കാലത്തായി കേരളം കണ്ട ആത്മീയ നേതാക്കളുടെ ആശീർവാദം വാങ്ങിയിട്ടാണോ ഖമറുൽ തന്റെ കർമ്മപ്പടയോട്ടത്തിന് കരുത്തു പകർന്നത് എന്ന തിരിച്ചറിവ് CM വലിയുള്ളാഹിയുടെ നിർദ്ദേശപ്രകാരമാണോ എറണാകുളത്തെ സ്വയസിന്റെ സമ്മേളനത്തോടുകൂടെ കാന്തപുരം ഉസ്താദി ജൈത്രയാത്രക്ക് തുടക്കം കുറിച്ചതെന്നോ കുറച്ചെങ്കിലും തിരിച്ചറിവ് നഷ്ടപ്പെടാത്ത എസ്കക്കാര് മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, എന്നിട്ട് ശ്രീധരൻപിള്ള അവസാനമായി പറഞ്ഞു, ഫാസിസ്റ്റുകളെ സ്വീകരിച്ചാൽ അനിസ്ലാമികമാണെന്ന് പറഞ്ഞ ആ കൂട്ടരുണ്ടല്ലോ, ഓല സമ്മേളനത്തിക്ക് വിളിക്കാൻ നമ്മളെടുത്ത് വന്നു. പക്ഷേ കാന്തപുരം ഉസ്താദ് വരാറുള്ളത് നട്ടെല്ല് നിവർത്തിയിട്ടാണ്. മറ്റോലൊക്കെ വരല് കള്ള് ഷാപ്പിക്ക് കള്ളുടിയം പോണ മാതിരി തലയിലും കൊണ്ടിട്ടിട്ടാണ്. എനിക്ക് കാന്തപുരത്തോടുള്ള മറ്റൊരു യോജിപ്പ്, ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് കേരളത്തിൽ തീവ്രവാദത്തോട് ബന്ധപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി തീവ്രവാദം അപകടകരമാണ്, ഈ ചെറുപ്പക്കാരുടെ പോക്ക് അപകടകരമാണെന്ന് തുറന്നു പറയാൻ അവസരം ലഭിച്ച, തുറന്ന് ആദ്യമായി പറഞ്ഞ പണ്ഡിതനായും ഞാൻ ശ്രീ കാന്തപുരത്തെ കാണുകയാണ്. പല തവണ അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയിട്ടുണ്ട്. എല്ലാം പരസ്യമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. പക്ഷെ മറ്റാളുകളുമൊക്കെ തന്നെ പല കോളേജുകളും അന്ന് ഞങ്ങൾ അനുവദിച്ചു കൊടുത്ത പാണ്ടിക്കാട് കോളേജ് ഉൾപ്പെടെ എല്ലാ കോളേജുകളും, ആ കോളേജുകളിലൊക്കെ അതിൻ്റെ ആളുകളും വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ കള്ളുഷാപ്പിൽ പോകുന്നത് പോലെ തലയിൽ മുണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നവരാണെങ്കിൽ കാന്തപുരം നട്ടൽ നിവർത്തി വന്നിട്ടുണ്ട്. ആ സവിശേഷതയും ഞാൻ പറയുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ മുഖം കെട്ടിട്ടില്ല കേട്ടോ, അതിന് പറ്റിയ മുഖം കള്ള് തന്നിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങളത് കെടൂല, കെടണമെങ്കിൽ സാധനം വേണം. മനസ്സിലായോ? എന്തൊരു നാണക്കേടത്, മുസ്ലിമിനെ കൊണ്ട് അത് പറയിപ്പിച്ചേ. ഇനി നോക്കുങ്ങള്, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ അനാഥ സംരക്ഷണം കണ്ട് അറേബ്യൻ സമൂഹം കാന്തപുരം ഉസ്താദിന് നൽകിയ പേരാണ് അബുൽ ഐതാം. അല്ലേ? അറബി പത്രങ്ങളിൽ അത് അച്ചടിച്ചു വന്നു. അറേബ്യൻ പണ്ഡിതന്മാർ കാന്തപുരം ഉസ്താദിനെ അങ്ങനെ വിശേഷിപ്പിച്ചു. അപ്പൊ ഒരു മൂല്യാരെ കൊയ്യുണ്ട് അബുൽ ഐതാമിന് മൂല്യാരെ അർത്ഥം വെക്കണത് നോക്കി നിങ്ങൾ. ഇവിടെ പറഞ്ഞപ്പോ അബുൽ ഐതാം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ തിരിച്ചുപോയി.
എല്ലാം കൂടെ നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഇന്ത്യൻ യത്തീമുകൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. അല്ല, നിങ്ങൾക്ക് ബുദ്ധില്ല നിനക്ക് മുമ്പേ അറിയാം. പക്ഷെ ബുദ്ധില്ല എന്ന് മനുഷ്യന്മാരുടെ മുന്നിൽ എങ്ങനെ പറയാ? തീരെ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാ അബുല്ലായിട്ടാം ഉണ്ടാവുക? യത്തീം മക്കൾക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പ അതങ്ങനെ തന്നെ. വാപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാപ്പൊക്കെ വെച്ചു എന്നല്ലേ എന്റെ മേന? അല്ല, എന്താ പറയുന്നത്? തീരെ ബുദ്ധിയില്ലാതെ അത് നിങ്ങൾക്ക് തിരിയില്ലേ? നിങ്ങൾ വലിയ ബുദ്ധി രാക്ഷസന്മാർ. അതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ്. തീരെ ബുദ്ധിയില്ലാതെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മൂപ്പരിങ്ങനെ ആലോചിച്ചു, എങ്ങനെയപ്പോ പൂച്ചക്ക് ബാപ്പുണ്ടായത്? പൂച്ചന്റെ ബാപ്പ ഇപ്പൊ എങ്ങനെയാ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്? ഭയങ്കര ബുദ്ധി. അങ്ങക്ക് ഈ ചെറിയ കാര്യമൊന്നും തിരിയില്ല അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. എന്നാ ഞാൻ അതിന് പൊതുസമൂഹത്തിന്റെ തിരുത്തി. കേരളത്തിലെ പോലീസുകാര് വകുപ്പുണ്ടല്ലോ, ആഭ്യന്തര വകുപ്പ്, ഹിമാൻ തിരുവഞ്ചൂര് പറയാ യത്തീം കുട്ടികളെ മാത്രം ബാപ്പിയല്ല, കേരളക്കാരെ മുഴുവൻ പിതാവാ കാന്തപുരം ഉസ്താദ്. അയാൾക്ക് തിരിഞ്ഞിക്കണ, അയാളൊക്കെ ചെറിയ ബുദ്ധിയുള്ളൂ, ചെറിയ സംഗതിയൊക്കെ തിരി. ഇങ്ങളെ ബുദ്ധി വൈറ്റ് ഹൗസിൽ അടക്കണത് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. എന്നാൽ പോലീസ് മന്ത്രി കാന്തപുരത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അഗതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാന്തപുരം കേരളത്തിന്റെ പിതാവായി ഞാൻ കാണുകയാണ്. അതിപ്പോ എങ്ങനെയാ? എല്ലാരും ഒന്ന് പെരി ചോദിച്ചു നോക്കി. എങ്ങനെയപ്പോ അത് കേരളക്കാരെ മുഴുവൻ പിതാവ് കാന്തപുരായത്? ഞങ്ങൾക്ക് തിരിയില്ല. ഇഞ്ച കൗമേ, എങ്ങനെ നിങ്ങൾ ഞങ്ങളെ പോലെ തലയിക്കെട്ട് ഇടയ്ക്കെന്നേലും കെട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാ ഞങ്ങളെ കുഞ്ഞിരായും കൊടുക്കുക. സത്യമായിട്ട് നിങ്ങളിതാണ് മൊയ്വെടുത്തിട്ടാ ഞങ്ങൾ സലാമത്തായിനി. ഇത് കാന്തപുരം ഉസ്താദ് ഒരു വൈക്കന്ന് തലയിക്കെട്ടിന് ഇങ്ങനെ അന്തസ്സുണ്ടാക്കാൻ, നിങ്ങൾ അത്തയ്യാത്തിൽ ഓല് മുറിയണ മാതിരി ഈ ജാതി പോയത്തം പറഞ്ഞൊരു തലക്കെന്ന് അതിങ്ങനെ പൊളിച്ച പേര് നിങ്ങളും മൂല്യന്മാരല്ലേ നാട്ടുകാരടിയിൽ? എന്താ ഇതിന് കഥ? പൊതുസമൂഹം മറുപടി പറയാ. ഇനി നോക്കുങ്ങൾ കേരള യാത്ര. ആ കേരള യാത്രയെ പറ്റി നമ്മളെ തോട്ടു കുതിരയൊക്കെയാണ്. എന്താ ഈ കേരള യാത്ര കൊണ്ട് ഉപകാരം? അപ്പൊ അതിന് സുധാകരൻ മറുപടിയും പറയാ. രണ്ടും കേട്ടോളി. മട്ടന്നൂരിൽ സ്വീകരണത്തിനൊത്തുകൂടിയ സുധാകരനെയും ജയരാജനെയും അധിക്ഷേപിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ കടന്നപ്പോൾ സംഭവം മാറി. കാന്തപുരത്തിന്റെ ഇടതുഭാഗത്ത് സുധാകരനും വലതുഭാഗത്ത് ജയരാജനും, നടുക്കൽ കാന്തപുരം. അതിനെന്നെയാ ഞങ്ങളാ പണിയെടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അധികം CPM-കാർ ആക്രമിച്ച നേതാവ് ആരാണെന്ന് CPM-കാരോട് ചോദിച്ചാൽ അവർ ആരെ പേരാ പറയാ? സുധാകരന്റെ പേരാ പറയാ. ഏറ്റവും അധികം കോൺഗ്രസ്സുകാർ ആക്രമിച്ച ഗുണ്ടയാരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ ആരെ പേരാ പറയാ? ശരിയാ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ട്? ആ രണ്ടാൾക്കാരെ ഒന്ന് കൂട്ടിപ്പിടിച്ച് മദ്യം പറഞ്ഞു വിടണം. നിങ്ങൾക്ക് തല്ലുടിച്ചേ പരിചയമുള്ളൂ, നിങ്ങൾക്ക് തല്ലിപ്പിച്ചേ പരിചയമുള്ളൂ, കാന്തപുരം ഉസ്താദിനെ അടുപ്പിച്ചേ പരിചയമുള്ളൂ. അതുകൊണ്ട് രണ്ടാളെയും പിടിച്ചു കൊണ്ടുവന്നേ. എന്നിട്ട് അതിന്റെ അനുഭവം പറയട്ടെ സുധാകരൻ. എന്നാൽ സുധാകരൻ പറയുന്നത് രാഷ്ട്രീയാതിക്രമത്തിന്റെ കാളിമ ചാർത്തപ്പെട്ടവരെ മാനവികതയുടെ കുടക്കീഴിൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞത് ഈ യാത്രയുടെ മഹാവിജയമെന്നതാണ്. മനസ്സിലായില്ലെങ്കിൽ സ്റ്റേജ് നോക്കിയാൽ മനസ്സിലാവും. പോരടിക്കുന്ന ജയരാജനും ഞാനും ഒരുമിച്ച് ഒരു സ്റ്റേജിലെത്തിക്കാൻ ഉസ്താദിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വിജയം. അപ്പോ മാനവികത ഉയർത്തുന്ന ഉസ്താദിന്റെ ഈ കേരള യാത്രയുടെ വിജയം എങ്ങനെ എന്ന് സാധൂകരിക്കുന്നതാണ് മട്ടന്നൂരിലെ ഈ സ്വീകരണം എന്ന് ഞാൻ വിലയിരുത്തി. കണ്ടങ്ങള് എസ്കക്കാരെ, നിങ്ങൾ എത്ര പണിയെടുത്ത്, തൊള്ളിയിൽ എത്ര കാറ്റുപോയി, മുട്ടുങ്കാൽ എത്ര വസർത്ത്, എണ്ണക്കായി എത്ര ചെലവായി, ഒന്ന് കൂട്ടിയൊക്കി. എന്നിട്ട് ഇത് ലാഭമുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്നോളി, നഷ്ടാണെങ്കിൽ അടങ്ങി നിന്നൂടെ. അപ്പൊ നോക്കുങ്ങള്, ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പിറകെ വരാത്തത്. സമൂഹങ്ങൾക്ക് തരുന്നുണ്ട് മറുപടി. ഇനി നോക്കുങ്ങള്, ഈ രാജ്യത്തെ സാംസ്കാരിക നായകന്മാർ, കവികൾ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ചെമ്മാടെത്തുമ്പോ രാവണപ്രഭു ഒരട്ടം പാടി. AP ഉസ്താദ് ഇല്ല. AP ഉസ്താദ് ഇങ്ങനെ വന്നപ്പോ മൂപ്പർക്ക് ഒന്നും കൂടി ഒരു നെളിവിരി, എനിക്കൊന്നും കൂടി പാടണം, മനസ്സിന് ഇങ്ങോട്ട് തിരുപ്പതി വറ്റേ. എണീറ്റു മൂപ്പര് പാടി. ഏത് എസ്കക്കാരൻ നേരത്തെ പാടിയ മാലുണ്ട്. എസ്കക്കാരന് സംഗതി എന്താണെന്നറിയില്ല, രാവണപ്രഭു ചോറ് കഴിക്കലുണ്ട്. മൂപ്പര വകയുള്ള പാട്ടോക്കിയങ്ങൾ കൃത്യമായി പറയുകയാണ്, ഈ യാത്രയോടുകൂടി കേരളത്തിലെ ഒരു വലിയ മാറ്റം വരും.
കാന്തപുരം എന്നാണ് കവിതയുടെ പേര്. ഉണരുന്ന തേജസ്സാണ്, ഉണർവിൻ്റെ സ്രോതസ്സാണ് അവിടുന്നു ഞങ്ങൾക്ക് എന്നെന്നും. വകതിരിവിൻ്റെ യഥാർത്ഥ പര്യായവും പരമാർത്ഥത്തിൻ്റെ നിറവും സുമനസാമങ്ങയെ പോലെ മികവുറ്റോർ ധരണിയിൽ ഇന്ന് വിരളം. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാതുല്യരായി കാണുക മൂലം കാന്താപുരം എന്ന 4 അക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. ഇയാൾക്ക് കെലിമല്ലാനൊന്നും തോഫീക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നേരത്തിന് അരിഭക്ഷണം കഴിക്കാനുള്ള തോഫീക്ക് കൊടുത്തിട്ടുണ്ട്. ആ തോഫീക്ക് അത് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ എസ്കക്കാരൻ പാടിയ മാല കേൾപ്പിച്ചില്ലേ? എത്ര അന്തരം നോക്കാൻ നിങ്ങൾ, എത്ര അന്തരം. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തെക്കൻ ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഭാഗത്തെ ഏറ്റവും വയസ്സെത്തിയ ഒരു ക്രിസ്തീയ പുരോഹിതൻ, സമൂഹത്തിൽ ഒരു അംഗീകാരമല്ല എന്നല്ലേ പറഞ്ഞ് ചേളാരി ഓഫീസിൽ കടക്കണം. ഇനി നിങ്ങൾ നോക്ക്, അദ്ദേഹം പറയണേ, എന്നോട് പലപ്പോഴും ഇത്തരം പ്രായം ദൈവം തരാനുള്ള കാരണം പത്രക്കാർ ചോദിക്കലുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറയണേ, കാന്തപുരം ഉസ്താദിനെ കാണാനാണ് ദൈവം തമ്പുരാൻ എനിക്ക് ഇത്രയും ആയുസ് നീട്ടിത്തന്നതെന്ന്. സമൂഹത്തിന്റെ മെമ്പറാണോ അല്ലേ നിങ്ങൾ പറഞ്ഞോളി, അച്ചായനും സഹോദരൻ അത് പറയണം. പത്രക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും, തിരുമേനിയുടെ ദീർഘായുസിന്റെ രഹസ്യം എന്താ? ഞാൻ പറയും, രഹസ്യം പരസ്യമായി പറയാൻ പാടില്ലാത്തത് കൊണ്ട് രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന പത്രക്കാരോട് ഞാൻ പറയുന്നു. എന്നാൽ ഇനിയും ചോദിച്ചാൽ ഞാൻ പറയും, പലവിധ കാരണങ്ങളാൽ ഭിന്നിച്ച് നശിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാറാണക്കല്ലായിരിക്കുന്ന കേരളത്തെ അതിൻ്റെ ആദിമ ശുദ്ധിയിലും ഐക്യതയിലും സാധ്യതയിലും വളർത്തിയെടുക്കുവാനുള്ള ശാന്തിപുരം അബൂബൈക്കറിന്റെ യാത്രയിൽ സംബന്ധിപ്പാനാണ് ദൈവം എന്നെ ഇതുവരെ വെച്ചുകൊണ്ടിരുന്നത്. ഇങ്ങളെന്തിനാ വെക്കണെന്ന് അല്ലാഹു അഅലം. ഇങ്ങളെന്തെന്തിനാ ഈ ഭൂമിക്ക് ഭാരായി അള്ള വെക്കണ? ഒരു പക്ഷെ ഞങ്ങളെ ഈമാൻ പരീക്ഷിക്കാനായി കാരം. നിങ്ങൾക്കറിയോ നിങ്ങൾ എന്തിനാ അള്ള ഇങ്ങനെ ദുനിയാവിൽ വെക്കണത്? ഈ ഭരണിപ്പാട്ടായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് എസ്കക്കാർ. അതിന്റെ അപ്പുറം ഒരു മലയാളം പറയാൻ ഞങ്ങളെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ ഇസ്ലാമിനെയാണ് പ്രതിനിധാനം ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്ക്, സമൂഹത്തിൽ അംഗീകാരം ഉണ്ടോ? ഇന്ത്യ രാജ്യത്തെ കേരളീയ മുസ്ലിം സമുദായത്തിന്റെ പക്ഷത്തുനിന്ന് ഇസ്ലാമിക നിലപാടറിയാൻ ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകർ ബന്ധപ്പെടുന്നത് എവിടെയാ? ഒരു മട്ടുള്ള മറുപടിയും ചൂരും ചോണയില്ല വർത്താനം കിട്ടണമെങ്കിൽ പത്രക്കാർക്ക് വരേണ്ടത് എവിടെയാ? നിങ്ങൾ നോക്കി, AP ഉസ്താദും പത്രക്കാരും തമ്മിലുള്ള ഇടപെടൽ. കാലം കാതോർക്കുന്ന കാന്തപുരത്തിന്റെ വാക്കുകൾ സമൂഹത്തിലെത്തിക്കാൻ കാത്തുനിൽക്കുന്ന മീഡിയ സമൂഹം മതവിഷയങ്ങളിൽ സുന്നി സമൂഹത്തിന്റെ നിലപാട് ആരായുന്നത് ഏത് സെക്രട്ടറിയോടാണ്? അങ്ങനെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ വലിയ സ്ഥാനം കൊടുത്തെങ്കിലും അവരുടെ പാതിവൃത്തി സംരക്ഷിക്കുവാനും അവരുടെ പരിശുദ്ധി നിലനിർത്താനും പരപുരുഷന്മാരുമായി ഇടകലരുന്ന എല്ലാ രംഗങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കേണ്ടതാകുന്നു എന്ന സംവിധാനമാണ് ഇസ്ലാം ഏർപ്പെടുത്തുന്നത്. സമസ്തയെന്ന ശക്തിയുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചറിയാൻ ചാനലുകൾ പോകുന്നത് ഏത് സെക്രട്ടറിയുടെ ചാരത്താണ്? കാന്തപുരം 2014 ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. ഭരണം കിട്ടാൻ പോകുന്നില്ല, അങ്ങനെ തീരുമാനമില്ല. ഇതുവരെ ഉണ്ടായ നയം അതാണ്. ചിലപ്പോഴ് പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് നല്ല ശബ്ദിക്കേണ്ട ആള് വേണം, അത് വേണ്ടാന്ന് അർത്ഥമല്ലല്ലോ. ആരും പ്രതിപക്ഷത്ത് ബുദ്ധിയുള്ള ആളില്ലെങ്കിൽ ഭരണപക്ഷം തോന്നിയതൊക്കെ ചെയ്തു കളയും. 2014 കാന്തപുരം ഒരു വാതിൽ തുറക്കാം. ശരി, കാന്തപുരത്തിന് മുൻകൈ എടുത്ത് അങ്ങോട്ട് പോകാമായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? ഞങ്ങൾ രാഷ്ട്രീയ കക്ഷിയല്ലാത്തത് കൊണ്ട്. രാഷ്ട്രീയ കക്ഷി അല്ലാത്തത് കൊണ്ട് ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങളുടെ സഹായം വേണമെങ്കിൽ അവർ മുൻകൈ എടുത്ത് വരണം. ഈ ജാതി ഒരു പത്രപ്രവർത്തകന്റെ മുമ്പിൽ കൊണ്ടേക്കാനേ ബസർക്കാത്തൊരു ടീമിനെ തേരിങ്ങൾ. നമ്മൾ വേറൊന്നും പറയുന്നില്ല. ഒരാളെ ഇസ്ലാമിക നിലപാട് ചൂടോടെ ചൊവ്വയോടെ പറയാൻ തൻ്റെ ഇടമുള്ളൊരു നേതാവിനെ ഞങ്ങൾ തൽക്കാലം AP ഉസ്താദിനോട് നിൽക്കരിച്ചു നോലും പറ്റി ഈ വയസ്സുകാലത്ത് നിങ്ങൾ മട്ടം പോലെ വീട്ടിലിരുന്നോളും, ഞങ്ങൾ വിശ്രമം കൊടുക്കാം.
പക്ഷെ പകരം വെക്ക ഒരാളെ തേരി മനുഷ്യന്മാരെ തേരി ഈ സമുദായം അനാഥാകാൻ പറ്റുമോ? ഒരാളെ തേരി ആകെള്ളത് എന്താ? അതിന്റെ ജീവാത്മാവും പരമാത്മാവുമായ അമ്പലക്കടവാണ്. അയാൾക്ക് പത്രക്കാരെ മുന്നിക്ക് വരണമെങ്കിൽ തിരുകേശം എന്ന് പറയണം. എന്നാൽ പറഞ്ഞാൽ തന്നെ അയാൾ പത്രക്കാരെ സംബന്ധിച്ച് പറയണ നോക്കി. നിങ്ങൾ പത്രക്കാരോട് ഇങ്ങനെ അഭിസംബോധന ചെയ്തിട്ട് ഒന്നിങ്ങനെയാണ്, രണ്ട് ഓർമ്മല്ല ഓർമ്മയായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഞങ്ങൾ പൂർവിക പിതാവ് ബാഗ്ദാദിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ എന്നല്ല, ഇത് കൈമാറി പോകുന്നൊരു ശൃംഖലയോ അല്ലെങ്കിൽ പരമ്പരയോ പറയുന്നില്ല. പിന്നെ മറ്റൊരു പ്രശ്നം, കാന്തപുരത്തിന് ഒന്നാമത്തെ മുടി കൊടുത്ത് ഇക്ബാൽ ജാലവാലയാണ്. ഒന്നാമത്തെ വ്യാജം ഉറപ്പ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ ഹസ്രജിക്ക് കാന്തപുരം ഹസ്രജിക്ക് മുടി കൊടുത്തത് പിന്നെ ഈ ഇക്ബാൽ ജാലവാലയാണ് എന്ന് മാത്രമല്ല, പോയിന്റ് വിട്ടുപോയല്ലോ, നേരത്തെ ഒരു ചോദിച്ചു, സോറി ഓർമ്മ വരുമ്പോൾ പറയാം. രണ്ടാമതെന്തോ ചോദിച്ചിരുന്നു, ഇതുവരെ പറഞ്ഞിക്കണോ? ഓർമ്മയാവുമ്പം പറയാന്ന് അന്ന് പറഞ്ഞതാ. ഇതൊക്കെ നമ്മളെ ക്ലിപ്പ് ഒന്ന് പിന്നെ കുറക്കുത്തം കുത്താക്കാൻ ഒരു ഏതുണ്ടായതേക്കും. അല്ല എന്താ നമ്മൾ പറയാ? അപ്പൊ നോക്കാൻ നിങ്ങള് ഓർമ്മ ഇതുവരെ ആയിട്ടില്ല. ഇയാൾക്ക് മറ്റേ ഫെർണാണ്ടസിന്റെ രോഗം ഏതാ? അതേറ്റുണ്ടായിക്കണോ? ആ ജോർജ് ഫെർണാണ്ടസിന് ഇപ്പൊ ഒരു സോക്കേട് ഉണ്ടായിയാണ്, അതേറ്റാണോ? എന്നാ എനിക്ക് ഓർമ്മയാകുക. അപ്പൊ ഞാൻ അയാളെ വക ഒരു പണ്ടാ മറന്നത് ഓർമ്മയിക്കണം കേട്ടോ. പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം പണിയൊക്കാൻ പറയും പേപ്പറുകാരും പത്രക്കാരും. അല്ലേ നിങ്ങൾ ആ സ്ഥാനത്തേക്ക് വെക്കാൻ പറ്റിയ ഒരാളെ പറയൂ. ഇനി നോക്ക് സഹോദരന്മാരെ, ഇവിടെ അടിസ്ഥാന വിഷയം അതല്ല. നിങ്ങൾ പത്തപ്പിരിയം ഉസ്താദ് പറഞ്ഞ വിഷയമുണ്ട്. വേദി പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് വരെ വഹാബികളുമായി അഡ്ജസ്റ്റ്മെന്റായി ഒരു വേദിയും പങ്കിട്ടിട്ടില്ല. വഹാബികൾ പിത്തനുണ്ടാക്കാൻ വരുന്നിടത്ത് നമ്മൾ അത് തടുക്കാൻ പോകലുണ്ട്. അതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾ ക്ഷണിച്ചു വരുത്തിയൊരു അറബി ഗവൺമെന്റ് അതിഥിയായി സ്വീകരിച്ചു. സ്വാഭാവികമായും ഗവൺമെന്റിന്റെ അതിഥിയായ അവർ വീടിനോടത്തൊക്കെ അറബി പോകും. വഹാബികളെ കയ്യിൽ കിട്ടി. തിരൂരങ്ങാടി എത്തിങ്കാനിക്ക് വഹാബികൾ കൊണ്ടുപോയി, ഒപ്പം പോയി ഏപ്പിസ്തായി. എന്തിനറിയോ? അല്ലെങ്കിൽ തിരൂരങ്ങാടി യത്തീങ്കാനന്റെ മോള് കയറിയിട്ട് മമ്പടം മക്കാമിന്റെ കുബ്ബ കാട്ടിക്കൊടുക്കും. ഖുറാഫികൾ ആരാധിക്കണ അമ്പലാണ് അത് എന്ന് പറയും. അവിടെ ഇടപെടണമെങ്കിൽ ഒപ്പം വേണം. ചായ കുടിച്ചാൻ പോയതല്ല. ഇങ്ങനെയുള്ള പ്രതിരോധത്തിനല്ലാതെ ഹജ്ജ് കമ്മിറ്റിയിൽ ഞങ്ങൾ പോകലുണ്ട്. കോട്ടപ്പുറത്ത് വാദപ്രതിവാദത്തിന് പോയിട്ടുണ്ട്. ഇതല്ല വിഷയം. നിങ്ങൾ നോക്ക്, വേദി പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സമസ്തന്റെ ചരിത്രത്തിലുണ്ടോ സമസ്ത ഒരു സമ്മേളനം നടത്തുമ്പോൾ അവിടെ വഹാബികളും ജമാഅത്തുകാരും ചായ കുടിച്ചാൻ വരല്? എന്താ നിങ്ങളെ കൂരിയാട് സമ്മേളനത്തിന് നടന്നത് നോക്കൂ നിങ്ങളെ. സമസ്ത സമ്മേളന നഗരിയിൽ ജമാഅത്ത് മുജാഹിദുകൾക്ക് സ്റ്റാൾ അനുവദിച്ചു നൽകി. ജമാഅത്ത് പ്രതിനിധികൾ സമ്മേളന നഗരി സന്ദർശിച്ചതും സമസ്ത പ്രതിനിധികൾ സ്വീകരിച്ചതും പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. സമസ്ത മാറിയെന്നോ മാറിയത് സമസ്തയല്ലെന്നോ എങ്ങനെ പറയലാണ് എളുപ്പം. ബിദഇകൾ ഒരുക്കിയ ഇഫ്താറിന് ചെന്ന് സൗഹൃദം കൂടിയതും മറക്കാനായില്ല. SKSSF നേതാവ് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ചിത്രം മുജാഹിദ് സുവനീറിൽ അച്ചടിച്ചു വന്നത് ബിദഈ ബന്ധത്തിന്റെ മറ്റൊരു തെളിവാണ്. അപ്പോ വഹാബിയക്കും മൗദൂദിയാക്കൊക്കെ എസ്കക്കാരെ സമ്മേളനത്തിൽ വരാം, വന്ന മട്ടം പോലെ ചായ കൊടുക്കും. എന്നാൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, സുന്നികളെ നമ്മളാണ് ഐക്യപ്പെടേണ്ടത്. നിങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ യോജിപ്പിന് എന്നെ വിളിച്ചാൽ ഞാൻ വരും. ആ യോജിപ്പാണ് വേണ്ടത് എന്ന് കാന്തപുരം ഉസ്താദ്. അപ്പം മോലിയര് പറയാ, അങ്ങനെ ഒരു യോജിപ്പും കാന്തപുരത്തിനേറ്റ് പറ്റൂല. പിന്നെ ജമാഅത്തേര് വന്ന ചായ റെഡി. ഇനി ഐക്യം നിലനിൽക്കണമെങ്കിൽ ഈ നിബന്ധനകൾ, അതായത് പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾ തിരിച്ചേൽപ്പിക്കണം. അതിങ്ങനെ ഏൽപ്പിച്ച് അത് മറ്റേ സോക്കടാ. ഏത് ഇതൊക്കെ ഞമ്മക്കുള്ളതാന്നുള്ളൊരു പൂതി ഉണ്ടല്ലോ, അതിന് ഏതുണ്ടാക്കുക. ഏൽപ്പിച്ച് ഏതാനും കഴിഞ്ഞു വരുമ്പോഴേ ഇനി പുതിയൊരു ഐക്യത്തിന് വർത്താനവും. പക്ഷെ ഐക്യത്തിന് ഞങ്ങൾ തയ്യാറാണ്. എന്നാലേ തോട്ടുമുക്കം സ്വപ്നം കാണാതക്കാൻ പറഞ്ഞൊരു മരുന്നുണ്ട്, അതൊന്നും ഇയാൾക്ക് കൊടുക്കണ്ടി. ആ കിനാവ് കാണണ്ടെന്ന് പറഞ്ഞുണ്ട്. നിങ്ങൾ പറഞ്ഞൊരു വൈദ്യൻ ഒരു മരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, തോട്ടു സ്വപ്നം കാണാതക്കാൻ. ആ മരുന്ന് ഇയാൾക്കൊന്ന് വാങ്ങിക്കൊടുക്കുക. ആ കിനാവ് ഇനി വേണ്ട, കാണണ്ട, അത് നടക്കൂല. ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേജ് പങ്കിടുക, ഓല് പടിയും വരെ നമ്മൾ അവിടെയും പോവുക, അതിനൊന്നും സാധിക്കൂല. പിന്നെ ജമാഅത്തേര് ഇവിടെ വരിക, നമ്മളവിടെ പോവും, കുറച്ച് കജ്ജട്ട് അങ്ങനെ ഉണ്ടല്ലോ, ഒരു മടിന്നാണൊക്കെ കയ്യണ്ടേ. ഇതാദ്യത്തെ കല്യാണമാണല്ലോ.
അപ്പോ എന്നാ കാന്തപുരം ഉസ്താദിന്റെ നിലപാടൊക്കെ സുന്നികളുള്ളിടത്തൊക്കെ നമ്മൾ റെഡിയാ. ഇനി പരസ്പരം വേദി പങ്കിടുന്നതിനെ കുറിച്ച് AP ഉസ്താദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക. അതിന് തയ്യാറുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുവേണ്ടി ഏത് സ്റ്റേജിലേക്കും ക്ഷണിച്ചാലും സുന്നികൾ മാത്രം നടത്തുന്ന ഏത് സ്റ്റേജിലേക്കും ഏത് സദസ്സിലേക്കും എന്നെ ക്ഷണിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പോകാൻ തയ്യാറാണ്. മൂപ്പർക്ക് ഒന്ന് കിട്ടി ഇപ്പൊ കണ്ണാക്കോടാതെ മുണങ്ങിയിട്ട് ഇങ്ങനെ വരാം അല്ലേ? അപ്പൊ സഹോദരന്മാരെ നോക്കുങ്ങള്, എന്നാ ജമാഅത്തും മുജാഹിദും ഓക്കെ. ഇനി നോക്കുങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശപരമായ ഐക്യത്തിന് കാന്തപുരം ഉസ്താദ് മുന്നോട്ടിറങ്ങുമ്പോൾ മൂല്യര ഭാഗത്തുനിന്ന് തടസ്സം. ഐക്യത്തിന്റെ പ്രതീക്ഷകൾക്ക് നിറം പകരുന്നതായിരുന്നു AP ഉസ്താദിന്റെ വാക്കുകൾ. അതെ, ഞങ്ങൾക്ക് വേറെ ചീത്ത പറയുന്ന പണിയില്ലട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഭിന്നിപ്പിക്കുന്ന ആളുകളല്ല, ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ്. പക്ഷേ സത്യത്തിൽ മാത്രമുള്ള ഐക്യം, സുന്നത്ത് ജമാഅത്തുള്ള ഐക്യം, സുന്നി ഐക്യം അതിവിടെ വേണം. അതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കൊടിക്കീഴിൽ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും. സഹോദരന്മാരെ, ജമാഅത്തേർക്ക് ഐക്യം പറഞ്ഞ് ചായ കൊടുത്ത സമസ്തക്കാരെ മറുപടി നോക്കിങ്ങൾ. അതിനെല്ലാവരും സഹകരിക്കുക, എല്ലാവരും കൂടുക, ഞങ്ങൾ അങ്ങോട്ടും കൂടാം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം, അല്ലാത്തതിന് ഞങ്ങൾക്ക് നിർവാഹമല്ല. റസൂലുള്ളാഹിന്റെ കുബ്ബ വളർച്ച അറിയണമെന്ന് പറയുന്നവരെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. റസൂലുള്ളാഹിന്റെ ബദൽ പറയുന്ന ആളുകൾ അത് തെറ്റിപ്പോയി എന്ന് പറയുന്നവരെ കൂടെ ചെല്ലാൻ ഞങ്ങൾക്ക് വഴിയില്ല. അതുപോലെ ഭീകരവാദം വേണമെന്ന് പറയുന്ന ആളുകളെ കൂടെ ചേരാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. സുന്നി സമവായം സ്വപ്നം കണ്ട നിസ്വാർത്ഥമതികൾ ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രതികരണം കേട്ട് പകച്ചുപോയി. ഈ ചില നേതാക്കന്മാർ പറഞ്ഞത് ഒരു സമവായ അങ്ങനെ വായണ്ടോ? മൂപ്പര് കേട്ടിട്ടില്ലേ ആ വായ? അങ്ങനെ വായണ്ടോ? നമ്മൾ കേട്ടത് നിയന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂർ വായ, മലമുണ്ടി വായ, പല ജാതി വായക്കളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സമവായ എന്ന വായ അത് കൊലക്കും സംശയിക്കും. കൊലക്കണമെങ്കിൽ അതിന്റെ മുരട്ടിൽ കാസറ്റ് പാരാതെക്കണം, വെള്ളം പാർന്നു കൊടുക്കണം, എന്നാ മുളക്കും. അപ്പൊ നോക്കുങ്ങൾ എവിടെയാ അസുഖം, എന്താണ് അസുഖം, പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഇനി നോക്കുങ്ങൾ ഇവിടെയാണ് ആരാണ് ബിദഈകളുമായി യോജിച്ചത്. ഇനി ആരിഫ് അലി പറയട്ടെ, ആരിഫ് അലിക്ക് ഫോൺ ചെയ്യാൻ. എന്താ നിങ്ങൾക്ക് SK സമസ്തയുമായുള്ള ബന്ധം? നല്ല ബന്ധമാണ്. ഓലി നമ്മൾ അങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും. AP ഉസ്താദിനായിട്ട് എന്താ ബന്ധം? എനിക്ക് കേരളത്തിൽ ഒരു പരിചയമില്ലാത്ത പണ്ഡിതൻ അയാൾ മാത്രമേ ഉള്ളൂ. ആരിഫ് അലി പറയാ. ഇന്ന് സമസ്ത നേതാക്കൾക്ക് ബിദഈകളുമായുള്ള ബന്ധം പറഞ്ഞു തരുന്നത് ജമാഅത്തെ ഇസ്ലാമി അമീർ ആരിഫ് അലി സാഹിബ് നേതാവാണല്ലോ. അപ്പോൾ ഇവർ സാധാരണ ഇവരെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് സലാം ചെല്ലാൻ പാടില്ല, പിന്നെ അവരൊക്കെ പുത്തൻവാദികളാണെന്നുള്ള നിലപാടാണല്ലോ. അപ്പോൾ ഇവരൊക്കെ സലാം ചെല്ലുകയോ നിങ്ങൾ അങ്ങോട്ട് മടക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അതിനൊന്നും യാതൊരു സംശയമില്ല, ഒരു പ്രശ്നമില്ല. അതായത് ഈ പറയുന്നത് സലാം ചൊല്ലാറുണ്ട്, മടക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, സൗഹൃദം പങ്കിടാറുണ്ട്. അത് ശരി. ഇന്നലെ സമസ്തയുടെ സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ 2-3 നേതാക്കന്മാരെ ഞാൻ പറഞ്ഞിരുന്നു.
അവര് അവിടെ പോയി മറ്റവര് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പിന്നെ വർത്താനം പറഞ്ഞു. ഞാൻ ഇന്നലെ ആലിക്കുട്ടി മുസ്ലിയാരെ വിളിച്ചു. ഇന്ന് ധാരാളക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അത് വളരെ ഭംഗിയായി നടത്താനും അതുപോലെ അപകടങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു, എന്തൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നേതൃതലത്തിൽ. ഈ ആലിക്കുട്ടി മുസ്ലിം പ്രൊഫസർ ആലിക്കുട്ടി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അദ്ദേഹം ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഹജ്ജ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. വലിയ ബന്ധമാണ്. അല്ല ഇവര് അങ്ങനെ പറയുന്ന തരത്തിൽ അപ്പൊ ചെറുശ്ശേരിയും ഒക്കെ പിന്നെ അമീറിന് സലാം മടക്കുന്നുണ്ട് തന്നെയാണ്. ചെറുശ്ശേരിക്ക് ഞാൻ പോകാറുണ്ട്. അദ്ദേഹം കൊണ്ടോട്ടിയാണ്. ഞാൻ എന്റെ പ്രധാന പ്രവർത്തനം. നിങ്ങൾക്ക് അമീറിന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നേരിട്ട് ബന്ധമുണ്ടോ? എനിക്ക് നേരിട്ട് അങ്ങനെ പരിചയവും ബന്ധവും ഉണ്ടായിട്ടില്ലാത്ത ഏക മുസ്ലിം നേതാവ് എന്ന് പറയാം. ബാക്കി എല്ലാവരും സമസ്തയുടെ എങ്ങനെ കേരളത്തിൽ എനിക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ഏക മുസ്ലിം നേതാവ് എന്ന് പറയാം. ആരെപ്പറ്റി? കാന്തപുരസ്ഥാനെ പറ്റി. മറ്റതോ ബെരലുണ്ട്, പോകലുണ്ട്, തക്കരിച്ചലുണ്ട്, കുടിപ്പിച്ചലുണ്ട്, എന്തൊരു റെഡിയാ. സമസ്തന്റെ നയോ പറയൂ എസ്കക്കാരെ, ബക്കു ബോർഡ്. ഇനി നിങ്ങൾ നോക്ക് രാഷ്ട്രീയ നിലപാട് എന്താണ്. സമസ്തന്റെ രാഷ്ട്രീയ നിലപാട് നിങ്ങളൊന്ന് നോക്ക്. കേരള മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയ പണ്ഡിത സംഘത്തിന് രാഷ്ട്രീയ രംഗത്ത് വ്യക്തമായ നിലപാടുകളുണ്ടായിരുന്നു. സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് 60ാം വാർഷിക സുവനീർ രേഖപ്പെടുത്തുന്നു. 28/7/79 അബ്ദുള്ള മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ല എന്നും, എന്നാൽ സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനെയും എതിർത്ത് പരാജയപ്പെടുത്താൻ യുക്തമായ നടപടികൾ സാന്ദർഭികമായി സ്വീകരിക്കുമെന്നും 16/6/79 ചേർന്ന മുഷാവറയുടെ തീരുമാനം സുന്നി വോയിസിലും മറ്റ് പത്രങ്ങളിലും കൊടുത്തത് വായിച്ചു കേൾപ്പിച്ചു. ഇത് തന്നെയാണ് 60ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ സാമുദായിക രാഷ്ട്രീയ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് വഹാബികൾ തടിച്ചു കൊഴുക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ശംസുൽ ഉലമ കൊടുത്ത വാണിംഗ് പണങ്ങോട് അബൂബക്കർ വിശദീകരിക്കാൻ. ഈ കടപ്പുറത്ത് സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹാനായ ശംസുൽ ഉലമ ശൈഖുനാ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവറുകൾ നവറല്ലാഹു മർക്കദഹു തങ്ങളവറുകൾ പറഞ്ഞൊരു കാര്യം നമുക്ക് ആവർത്തിക്കാം. അതാത് കാലത്തെ ഭരണകൂടങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഭരണകൂടങ്ങളെ സമസ്ത പരിഗണിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ലീഗുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാടിക്കളിക്കാൻ പാടില്ല. നിങ്ങളൊക്കെ കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞ് ചാടിക്കളിക്കാൻ പാടില്ല. പക്ഷേ ആരാണ് അങ്ങനെ രാഷ്ട്രീയ അവകാശം പറയുന്നത്? കാന്തപുരം ഉസ്താദിന്റെ നിലപാടും നിങ്ങളെ ഭാഗത്തുള്ള നേതാക്കളുടെ നിലപാടും എന്താ നോക്ക്. അചഞ്ചലമായ ഈ നിലപാടിൽ ഇന്ന് ഏത് സമസ്തയാണെന്ന് നോക്കാം. കാന്തപുരം ഉസ്താദിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് പറയട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനും ഇന്ത്യ രാജ്യത്തിനും നന്മയുണ്ടാകുന്ന പാർട്ടി ഏതോ ആ പാർട്ടി അത് പലപ്പോഴും മാറി വരും, പലപ്പോഴും വ്യത്യസ്തമായി വരും. ഞാൻ മലപ്പുറത്ത് വെച്ച് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല, ഒരാൾക്കും തീരെഴുതി കൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു പാർട്ടിക്ക് തീരെഴുതി കൊടുക്കുന്ന പ്രസ്ഥാനമല്ല. ഏത് കാലവും ഈ ഇന്ത്യ രാജ്യത്തിനും കേരള നാടിനും സുന്നത്ത് ജമാഅത്തിനും ഗുണം ചെയ്യുന്ന, ഗുണം കിട്ടുന്ന പാർട്ടി ഏതാണെന്ന് നോക്കി വോട്ട് ചെയ്യണമെന്നല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വരെ ഒരു നയം വേറെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇനി മറ്റൊടുത്ത് കേട്ടോളി പറയുന്നത് ചെറുശ്ശേരി ഉസ്താദ്. ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ലീഗാണ്. അവരൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വോട്ട് ചെയ്ത് കൊടുത്ത് ഞങ്ങളൊക്കെ മുമ്പേ ലീഗാണ്. അത് ക്ഷീണിച്ച ഞങ്ങൾക്കും പുറത്താണ്.
പണ്ട് കണ്ടങ്ങള് ഇതാ പ്രശ്നം. ഇനി പേരോട് ഉസ്താദും സമത് പൂക്കോട്ടൂരും പറയട്ടെ ഓരോ നിലപാടും. ശരീരത്തിൽ നജസായാൽ കഴുകിക്കളയണം, കൈ മുറിച്ച് കളയരുത്. മുസ്ലിം ലീഗ് നമ്മുടെ ശരീരമാണെങ്കിൽ അതിന്റെ ഏത് പൊടുക്കുത്തും തീർക്കാൻ നമുക്ക് കഴിയും. നമ്മൾ അതിനുവേണ്ടി ഉണർന്ന് ചിന്തിക്കേണ്ടവരാ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പാർട്ടി വേദികളിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം വളരെ മനോഹരമായി കാഴ്ചവെക്കുന്ന ഇരിക്കേണ്ട. ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല, ഞാനൊരു കോൺഗ്രസുകാരനുമല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല. ഇന്ന സലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഖ്ലിസായ സുന്നത്ത് ജമാഅത്ത്. അതെ, 60ാം വാർഷിക സമ്മേളനത്തിൽ ശംസുൽ ഉലമ നൽകിയ ദിശാബോധം ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് സന്നദ്ധമായപ്പോൾ രാഷ്ട്രീയ സംവിധാനങ്ങൾ കാന്തപുരം ഉസ്താദിന് അവകാശപ്പെട്ടത് അനുവദിച്ചു കൊടുത്തു. അതിന്റെ മുമ്പ് കോഴിക്കോട് സിറ്റിയിൽ പോലും 10ഓളം പള്ളികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വഹാബികൾ തട്ടിയെടുത്തു. പക്ഷേ SSFകാരൻ സുന്നത്തി ജമാഅത്തിനൊന്നും ചെയ്തില്ലെന്ന് പറയുന്ന എസ്കക്കാരാ. അറിയോ, വെളിപ്പാടകലയുള്ള പാലപ്പറ്റ പള്ളി രാഷ്ട്രീയ തിട്ടൂരത്തിന്റെ ബലിയാടായി പാലപ്പറ്റ പള്ളി പൂട്ടിയിടപ്പെട്ടപ്പോൾ ഈ രാജ്യത്ത് പാലപ്പറ്റ പള്ളി തുറക്കാൻ രക്തം വേണോ രക്തം തരാം, ജീവൻ വേണോ ജീവൻ തരാമെന്ന് പ്രഖ്യാപിച്ച് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളുടെ മുന്നിൽ അർഹതപ്പെട്ട അവകാശം ചോദിച്ചു വാങ്ങി ഇന്ത്യ രാജ്യത്ത് അല്ല അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ വഖഫ് ചെയ്ത ഒരു ആധാരത്തിലും കൈവെക്കാനുള്ള ത്രാണി വഹാബികൾക്കില്ലാത്ത രൂപത്തില് പാലപ്പറ്റ പള്ളി വിജയിപ്പിച്ചെടുത്ത സമരത്തിന്റെ ഖ്യാതിയും അർഹതയും കേരളത്തിലെ ഏറ്റവും വലിയ ധർമ്മ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSFകാർക്കുള്ളതാ. അറിയോ നിങ്ങൾക്ക്? ഇന്ന് ആളില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഒറ്റയാൾ പ്രകടനം നടത്തുന്നതല്ലേ? എന്നാ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ ഇന്നോ ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന നിങ്ങളുടെ 4000-ന് പകരം അന്തസ്സുള്ള ആർജത്വമുള്ള ചൂരും ചുണയുമുള്ള ഒരു SSFകാരന്റെ ചെറുപ്പക്കാരൻ തെരുവിലിറങ്ങിയാൽ നിങ്ങളെ 4000-ന് പകരം വെക്കാൻ ആ ചുണക്കുട്ടി മതി കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരാളിറങ്ങുന്നത്. 10,000-ന്റെ ആവശ്യമല്ല ഞങ്ങളെ മുന്നിക്ക്. അങ്ങനല്ല, ഞങ്ങൾ ഒരൊറ്റ ചീരാപ്പറങ്കി റോട്ടുമുണ്ടായാൽ മതി. മാണ്ട, ഞങ്ങളിപ്പോ കുത്തിയ 40 കൗങ്ങുണ്ടല്ലോ, അതിന്റെ അടുത്ത് കുത്തൂല ഞങ്ങളെ 4000 മെമ്പർമാര്. അത് മനസ്സിലാക്കിക്കോളി. ഞങ്ങൾ 40 കൗങ്ങ് കുത്തിയിക്കണ് അങ്ങാടി കൂടെ റോട്ടുമ്മ കൂടെ. ആ 40 കൗങ്ങുകൾ കൂട്ടിക്കോളി സെക്ടർ മുതൽ. ആ കോടിന്റെ എണ്ണല്ല നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളി. അപ്പോ പിന്നെ ഇവിടെ എന്താ പൊന്മൾ ഉസ്താദ് വന്ന് പറയണത്രേ തോട്ടൂന് മറുപടി. നിങ്ങൾക്ക് നിങ്ങൾ വേറെ പണി എന്തേലും ഉണ്ടെങ്കിൽ നോക്കാം. ഒരു തിരുകേശത്തിൽ മാത്രം ചങ്ങായിമാർ നിങ്ങൾ എന്തൊക്കെ വിവാദം കൊണ്ട് നിൽക്കണം കേരളത്തിൽ. അതിനൊക്കെ പൊന്മൾ ഉസ്താദ് എന്തെങ്കിലും തെരുവ് കൂടെ മറുപടിയും പറഞ്ഞ് നടന്നിക്കണോ? അങ്ങനെ നടന്നിരുന്നെങ്കിൽ ആയിരക്കണക്കായ പണ്ഡിത വ്യൂഹത്തെ കേരളത്തിന് സംഭാവന ചെയ്യാൻ പൊന്മൾ ഉസ്താദിന് സാധിക്കുമായിരുന്നു. അമ്പലക്കടവിന്റെ അതിൽ തെക്ക് വടക്ക് നടക്കേണ്ടി വരൂലേ? ആ പൊന്മൾ ഉസ്താദിനെ നിർവഹിക്കാൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് കർമ്മ പദ്ധതികളുണ്ട്. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾക്ക് പദ്ധതികളുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് തിരിയണോലൊക്കെ കുടിച്ചാൽ മതി ആ വെള്ളം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? പിന്നെന്താ തോട്ട് നമ്മൾ പറയണേ കേൾക്കണ ജാതിയാണെങ്കിൽ ജി കോലാകോ ചങ്ങായി ആകോ? ഈ ഒടിച്ചത് കൂട്ടാൻ വെക്കാനും മുറിച്ചു കൂട്ടാൻ വെക്കാനും പറ്റാത്ത കോലത്തിൽ അന്നാക്കിയത് ഈ ധിക്കാരല്ലേ അല്ലേ? അപ്പോ ഈ അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കണ്ട. പത്തപ്പിരി ഉസ്താദിന് പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അൽഫലായിൽ 100 കുട്ടികളുണ്ട്. മനസ്സിലായോ? എൻ്റെ ഒരു ഹിദുമ അവിടെ ആവശ്യമില്ല. എൻ്റെ ഹിദുമ കേരളത്തിന് തന്നെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇനി സഹോദരന്മാരെ 40 മുശാവറ മെമ്പർ എസ്കക്കാരാ, നീ വെച്ച ചോദ്യത്തിന്റെ 8 മറുപടിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 9ാമത്തെ മറുപടി പിടിച്ചോ. ഈ 8 ഏതെങ്കിലും പറഞ്ഞില്ലാന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നോ എഴുത്ത്. ഇവിടെ ഇരുത്തും, പരിപാടി കഴിഞ്ഞിട്ട് റെക്കോർഡ് കേൾപ്പിച്ചു. ഇനി പറയാനാവൂല, റെക്കോർഡ് കേൾപ്പിക്കും. എഴുത്ത് തന്നോ, നാളെ തോന്നിയാസം പറയാൻ നിൽക്കണ്ട. നീ വെച്ച 10 ചോദ്യത്തിൽ 8 ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നു. ഇല്ലാന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ വന്നോ, എഴുത്ത് തന്നോ, കേസറ്റ് എന്നാണ് കേൾപ്പിക്കും. 9ാമത്തെ ചോദ്യം എന്താ? നിങ്ങൾക്കുണ്ട് എന്ന് പറയപ്പെടുന്ന മുശാവറ കാന്തപുരം സൂക്ഷിക്കുന്ന മുടിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് മൗനിയാവുന്നു?
ഒരു കൊല്ലത്തെ സിറാജ് ഒന്നായിട്ട് വായിച്ചു നോക്ക്, അതിലുണ്ടാവും ഞങ്ങളെ പ്രസ്താവന. മുഷാവറിന്റെ പ്രസ്താവന തിരുകേശാണ് എന്ന് പറയുന്ന മുഷാവറിന്റെ പ്രസ്താവന സിറാജിലുണ്ട്, ആണ് വായിച്ചോ. ഞങ്ങൾക്ക് SSF-കാർക്ക് SYS-കാർക്കൊക്കെ അത് മട്ടം പോലെ കിട്ടിയിരിക്കണം, മനസ്സിലായില്ലേ? പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മർക്കസിലെ തിരുകേശത്തെ കുറിച്ച് പറഞ്ഞിടുന്ന തോന്നിയാസത്തിനൊക്കെ നിങ്ങളെ കാളമ്പാടി പിന്തുണച്ചിക്കണോ? എന്താ കാളമ്പാടി പറഞ്ഞത് നിങ്ങൾ അമ്പലക്കടവ് ഈ തോന്നിയാസം പറഞ്ഞ് നടക്കുമ്പോ അമ്പലക്കടവ് പറഞ്ഞെടുക്കണതിനൊന്നും അടിസ്ഥാനമല്ല എന്നല്ലേ നിങ്ങളെ മുഷാവറിന്റെ സെക്രട്ടറി പറഞ്ഞത്? എന്താ അതിനൊന്നും ഉത്തരം കിട്ടണ്ടേ? എത്ര കേൾപ്പിച്ചിക്കണ് ഞങ്ങളത്? എവിടെ അതിന്റെ ഉത്തരം? നാളെ ബോർഡ് വെക്കേ. കാളമ്പാടി ഉസ്താദ് പറയുന്നു അമ്പലക്കടവ് പറഞ്ഞാലും പള്ളിക്കടവ് പറഞ്ഞാലും അടിസ്ഥാനമില്ലാത്തത് പറയാൻ പാടില്ല. തിരുകേശ വിഷയത്തിൽ അമ്പലക്കടവിന്റെ വാദമുഖങ്ങള് കാളമ്പാടി പുച്ഛിച്ചു തള്ളുന്ന ക്ലിപ്പ് എത്ര തെരുവിൽ കേൾപ്പിച്ചതാ ഞങ്ങളെ? മറുപടി പറയും. ക്ഷമിക്കണം, ലൈന് കട്ടായി പോയായിരുന്നു. അപ്പൊ ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ സമസ്ത പിന്നീട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇവര് പിന്നെ ഈ അമ്പലക്കട ഉസ്താദും അതുപോലെ തന്നെ കാസിം ഉസ്താദല്ലേ ഇത് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോ ആളുകളുടെ ഇടയിൽ ഒരു ഇതാവൂലേ? അത് അവരോട് ചോദിക്കണം. അത് അമ്പലക്കടവിനോട് ചോദിക്കണം. ഇങ്ങനെ മെഡിക്കൽ കോളേജ് ഒന്നുണ്ടോ ഒരു ധർമാസുദ്രിക്ക് മടക്കല്? അങ്ങനെ ഉണ്ടോ? മുഷാവർ അറിഞ്ഞതല്ലേ അമ്പലക്കടവ് പറയാ. അപ്പൊ കാളമ്പാടി ഉസ്താദിനോട് അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അമ്പലക്കടവിന്റെ വാദമുഖങ്ങൾ കാളമ്പാടി ഉസ്താദ് അറിയുന്നല്ല. പറയൂ നാളെ മറുപടി. ഇത് കാളമ്പാടി ഉസ്താദിന്റെ ഫോൺ കോൾ അല്ലേ? അല്ല, അപ്പൊ ഉസ്താദുമാരൊന്നും അതിന് സമ്മതം കൊടുത്തിട്ടില്ലേ ഈ വിഷയത്തില്? ഇല്ല, ഞങ്ങളാരും സമ്മതം കൊടുത്തിട്ടില്ല. കാളമ്പാടി ഉസ്താദേ, ഞങ്ങളെ മുഷാവറക്കല്ല ആശാനെ സപ്പോർട്ടില്ലാത്തേ. അമ്പലക്കടവും ടീമും പറയുന്ന ഈ തോന്നിവാസത്തില് EK വിഭാഗത്തിന്റെ പേരിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മുഷാവറയിൽ ഒരാളും സമ്മതം കൊടുത്തിട്ടില്ലെന്ന് കാളമ്പാടി ഉസ്താദേ. വെക്ക് നാളെ മറുപടിന്റെ ബോർഡ്. ഞങ്ങൾ എങ്ങനെ കബറിൽ നിങ്ങൾ മുൻകറിനക്കീറോ? മര്യാദക്ക് ബോർഡ് വെച്ചോ നാളെ, ഞങ്ങൾക്ക് ഉത്തരം കിട്ടണതിന്. വെറുതെ ഞങ്ങൾ ആയുസ്സും സമയം ചെലവാക്കിയുണ്ട്. അല്ല, ഇവര് അമ്പലക്കട ഉസ്താദൊക്കെ ഉസ്താദിന്റെ ഒക്കെ പേരാ പറയുന്നത്. ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ സമ്മതം ഉണ്ട് എന്നുള്ള തരത്തിലാണ് സംസാരിക്കുന്നത്. അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, നൈറ്റ് നന്നാവൂല കാളമ്പാടി ഉസ്താദ്. അല്ല, ഞാൻ ഈ അമ്പലക്കട ഉസ്താദിനെ നേരിട്ട് പല പ്രാവശ്യം വിളിച്ചതാണ്. അപ്പോ പിന്നെ അവര് സ്വന്തം നിലക്ക് പറയുന്ന എല്ലാ ഉസ്താദുമാരൊക്കെ സമ്മതത്തോടു കൂടിയാണ് ചെറുപ്പക്കാരെ നമ്മൾ ഈ കാര്യം ഇടപെടുന്നത് എന്നുള്ള തരത്തിലാണ് ഒരു സംസാരത്തിന്റെ പോക്ക്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനൊന്നും മറുപടി കഴിയൂല. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടല്ലോ ഈ അഡ്രസ് ഇല്ലാത്ത ടീം. അഡ്രസ്സിലെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞു മറുപടി. മുഷാവറ പറയട്ടെ. മുഷാവറ പറഞ്ഞിന്റെ കോലം നേരത്തെ നജീബോലൊരു പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? സനത് കിട്ടിയാൽ വേറെ ബോളും ഉണ്ടാക്കണം. അതിനനുസരിച്ചാ പറഞ്ഞിക്കണേ. സനത് കിട്ടാൻ അതെന്തായാലും കിട്ടൂല. കിട്ടണമെങ്കിൽ മർക്കസ്ക്ക് വരണ്ടേ. അപ്പോ ബാക്കി ഇല്ല, അത് ഉസ്താദ് അത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതാരെങ്കിലും അമ്പലക്കട ഉസ്താദൊക്കെ പറയും ആളുകളുടെ പിന്നെ അമ്പലക്കടകാരുമല്ല പള്ളിക്കടകാരുമല്ല ആരായാലും മതി. ഈ സംഗതി പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം വേണം. സോക്കട് അവിടെയാ. നിങ്ങളെ മുഷാവറയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ വിവാദം നടക്കുമ്പോ കാളമ്പാടി ഉസ്താദ്. ഇങ്ങനൊരു ക്ലിപ്പ് മർക്കസിലെ തിരുകേശത്തിനെതിരെ ഞങ്ങളെ ഉത്തരവാദപ്പെട്ട പൊന്മള ഉസ്താദോ പൊന്മള ഉസ്താദോ ഖലീൽ തങ്ങൾ പാപ്പയോ സുലൈമാൻ ഉസ്താദോ ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞതിന് കേൾപ്പിക്കും. ഞങ്ങളിതാ കേൾപ്പിച്ചിരിക്കുന്നു. അമ്പലക്കടവ് പറഞ്ഞതിന് അടിസ്ഥാനമില്ല. അതിന് ഞങ്ങളാരും സമ്മതം കൊടുത്തിട്ടില്ല. പറയുന്നത് കാളമ്പാടി ഉസ്താദ്. ഇതൊക്കെ എത്ര സ്ഥലത്ത് കേൾപ്പിച്ചതാ. കേട്ടും പറഞ്ഞു ഞമ്മക്ക് മടുത്തിക്കണ്. ഓൽക്ക് മടുത്തിട്ട് കാര്യമില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ വേറെ ഏർപ്പാട് അറിയില്ലല്ലോ. അപ്പൊ ഇതാ പ്രശ്നം. ഇനി നോക്ക് സഹോദരന്മാരെ, 10ാമത്തെ ചോദ്യമുണ്ട്. AP ഉസ്താദ് പറഞ്ഞു 40ാം വാർഷികം കഴിയുന്നതോടുകൂടെ ഈ സകല വിദഈ കക്ഷികളും ഇല്ലാതെയാകുമെന്ന അർത്ഥത്തിൽ ചത്തുപോകുക എന്ന് പറഞ്ഞാൽ ചെങ്ങൈമാരെ മനുഷ്യന്മാര് ചാകുക എന്നല്ല, ആദർശം ഇല്ലാതെയാവുന്ന ആളൊരു നരിയാണ് എന്ന് പറഞ്ഞാൽ പിന്നാമ്പുറം പോയി തപ്പരുത്. അതിന് അർത്ഥം എന്താന്ന് മനസ്സിലാക്കണം അല്ലേ?
നമ്മൾ പറയില്ല ആളൊരു നരിയാണ് എന്ന് മനുഷ്യന്മാരെ കണ്ടാ പറയില്ല. അതിന്റെ അർത്ഥം അവന്റെ ബാക്കില് ബാലുണ്ടോ എന്ന് കാശ്മീർ വയലറിയണ മാതിരി ടോർച്ചടിച്ച് നോക്കാൻ പോലെ പോയത്തക്കാരല്ലാതെ. ഇതൊക്കെ മലയാളം തിരിയണം, അറബി അറിയണം, ദീനറിയണം, ദുന്യാവ് അറിയണം. ഇതൊന്നും കേൾക്കാത്തൊരു കൗമിനെ പിരിച്ചിട്ട് ഊട്ടിക്ക് വണ്ടി കയറ്റാന്നല്ലാതെ 10 എണ്ണത്തിനും മറുപടി ഓക്കെയാണ്. ആയിട്ടില്ലാന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ 8 കൊണ്ടുവന്നപ്പോ ഞാനിവിടെ ഉണ്ട്, മൈക്കന്റെ മുന്നിലുണ്ട്, കുറച്ച് ക്ഷമിക്കേണ്ടി വരും. സീഡി എടുത്ത് കേൾപ്പിച്ചു തരും മറുപടി. ബേസർക്കും എസ്കക്കാരാ ഞങ്ങളോട് വെറുതെ. ഇതിപ്പോ ഞങ്ങൾ ആവറേജാ. ഞങ്ങൾ ഓവറേജ് ആയാണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടുന്നൊക്കെ വണ്ടി കയറേണ്ടി വരും. അപ്പൊ അതിന് നിങ്ങൾ ഗതികേട് ഉണ്ടാക്കണ്ട. അതിന് മൈക്കൊക്കെ കായലവാക്കണം. ഞങ്ങൾ SSFന്റെ സമ്മേളനത്തിന് പോകാൻ വണ്ടിക്ക് മുക്കാലുണ്ടാക്കുന്ന ടൈമാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ 10 വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി കാശ് പിരിക്കുന്ന സമയമാണിത്. ഈ ഹൈറൊക്കെ മുടക്കിയിട്ട് അബൂജഹലിന്റെ ത്വരീഖത്ത് വാങ്ങാൻ നടക്കരുത് നിങ്ങൾ. മനസ്സിലായോ? ദീന് കൊണ്ട് നടക്കണം. എന്നിട്ട് രാഷ്ട്രീയക്കാർ AP ഉസ്താനായിട്ട് ബന്ധപ്പെട്ടതിനെ പറ്റി വേറൊരാളെ കൊയ്യുണ്ട്. അത്തം പറയാണ് AP ഉസ്താനായിട്ട് രാഷ്ട്രീയക്കാർ പോവത്രേ. പോയി എന്നിട്ട് പറയല്ലോ പോയിട്ട് കാര്യല്ല, എന്നാലും പോയി നോക്കാം. അതിനെന്നേലും നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ നന്നാകും. ഇനി ഇലക്ഷൻ പീരീഡിൽ സ്വകാര്യം പറഞ്ഞ് കേൾക്കാറുണ്ട്, പോയൊക്കെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ഒരാൾ സമസ്തക്ക് സെക്രട്ടറി ആവണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചതായിരിക്കും. ആരാപ്പതൊക്കെ ഈ തീരുമാനമൊക്കെ ഇവന്റെ വടക്കിനീക്ക് ഇങ്ങനെ കൊടുക്കലാ പഠിച്ചോ. റീറ്റെയിലായി ഹോൾസെയിലായി ഇവന്റെ അടുക്കളയ്ക്ക് ഇങ്ങനെ ഇറങ്ങലല്ലേ ഇതൊക്കെ. സഹോദരന്മാരെ നോക്കുങ്ങളെ. എന്നാ രാഷ്ട്രീയക്കാർ എന്തിനാ AP ഉസ്താന്റെ അടുത്ത് വരുന്നത് അറിയോ? പോയിട്ടില്ലെങ്കിൽ വിവരറിയുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാ. PJ കുര്യൻ പറയട്ടെ. അബൂബക്കർ മുസ്ലിയാരുടെ ക്ഷണം അത് നിരാകരിക്കാൻ കേരളത്തിലെ ഒരു നേതാവിനും കഴിയുമെന്ന് തോന്നുന്നില്ല. അഥവാ നിരാകരിച്ചാൽ അവർ വിവരം അറിയും. അതുകൊണ്ടാ പോണത്. കിട്ടണതുകൊണ്ട് തന്നെയാ പോണത്, കിട്ടാത്തോണ്ടല്ല. ഇവരെ ഈ തോന്നിയാസത്തിനൊക്കെ പൊതുസമൂഹത്തിന്റെ മറുപടി കേട്ടില്ല നിങ്ങൾ. അപ്പോൾ പിന്നെ ഈ പാവപ്പെട്ട എനിക്ക് കഴിയുമോ? ഞാൻ അതുകൊണ്ട് ഇവിടെ എത്തി. ഇന്ന് ഇസ്ലാമിന് അല്ലെങ്കിൽ കേരളത്തിലെ ഭാരതത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് എന്ത് ആവശ്യമാണ്, അവരുടെ പ്രശ്നം എന്താണ് ഇന്ന് മനസ്സിലാക്കി അതിന് ഉപയുക്തമായ പരിഹാരം പ്രായോഗികമായി നടപ്പാക്കുന്ന മഹൽ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ സഹോദരന്മാരെ, പൊതുസമൂഹം നമ്മളെ മുരളീധരനും കൂടിയാണ് പറഞ്ഞോട്ടെ, അപ്പോൾ അത് മുബീനുങ്ങലാവുള്ളൂ. ഒരുപാട് യാത്രകൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആ യാത്രകളൊക്കെ പൊതുയോഗങ്ങളോടുകൂടെ തിരുവനന്തപുരത്ത് സമാപിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ യാത്രയ്ക്കുണ്ടായിരുന്ന ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഓരോ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള യാത്രകളായി. പക്ഷെ ആ യാത്രകളിൽ ആ പ്രസ്ഥാനത്തിനോട് എതിരെ അഭിപ്രായമുള്ളവരെ വിമർശിച്ചുകൊണ്ടുള്ള യാത്രകളായി. എന്നാൽ ഉസ്താദിന്റെ യാത്രയിൽ ഒരാളെപ്പോലും അദ്ദേഹം വിമർശിച്ചിട്ടില്ല. ഒരാളെപ്പോലും അദ്ദേഹം നോവിച്ചിട്ടില്ല. മുഴുവൻ ഒരേ മുദ്രാവാക്യമായിരുന്നു, ഈ സമൂഹത്തിലുള്ള ഓരോ പൗരനും പരസ്പരം സ്നേഹിക്കണം, വിശ്വസിക്കണം എന്നുള്ള മഹത്തായ ആശയമാണ് കഴിഞ്ഞ 17 ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് മുഴങ്ങിക്കേട്ടത്. ഇവിടെ ഈ പ്രതിജ്ഞ ഉസ്താദിയുടെ ചൊല്ലിത്തന്ന പ്രതിജ്ഞയും അതേ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഇനി ഒരു കാര്യം വ്യക്തമാണ്, ഇനി ഉസ്താദിനെ ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഇല്ല, അതുകൊണ്ട് ഇനി വെറുതെ പത്രസമ്മേളനം നടത്തി തലീകെട്ട് വഷളാക്കണ്ട. കാരണം അദ്ദേഹത്തിന്റെ ഈ മഹത്തായ സന്ദേശം ഈ സമൂഹം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഒരു ഭാഗത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അഴിമതി പൊടിയൂത്തി വാഴുന്നു, മറുഭാഗത്ത് മദ്യത്തിന്റെ അമിതമായ ഉപയോഗം മൂലം മനുഷ്യന് നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
പിതാവിൻ്റെ കൈകളിൽ പുത്രിമാർ പോലും സുരക്ഷിതമല്ലാത്ത ഒരു ഭീകരത നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് ശാന്തിയുടെയും ദൈവത്തിൻ്റെയും സന്ദേശമായിട്ടുള്ള ഈ യാത്ര. ഈ യാത്ര ഒരു സ്ഥാനമാനം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്രയല്ല, 5ാമത്തെയോ 6ാമത്തെയോ സ്ഥാനത്തിനു വേണ്ടിയുള്ള യാത്രയല്ല, മറിച്ച് ഈ സമൂഹത്തിൽ നമ്മളെല്ലാം ഒരുപോലെ ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് മാനവികതയെ പുണർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്ന് പറയുന്ന യാത്രയാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഗീയ സംഘർഷമുണ്ടായി കോഴിക്കോട് ജില്ലയിലെ മാറാട്. ആ വർഗീയ സംഘർഷം ഉണ്ടായപ്പോൾ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കണം, ആ കുറ്റവാളി ജനിച്ച മതത്തിനെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലും ചിലർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൂടെ നിന്നുകൊണ്ട് കുത്തുമ്പോൾ ഉസ്താദിനെ പോലുള്ളവർ അവരൊക്കെ എന്നും എനിക്ക് നൽകിയ സ്നേഹത്തിനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുക. അതുകൊണ്ടാണ് മോനെ അവിടെ വരുന്നത്, വിശ്വാസമുള്ളത് കൊണ്ടും സ്നേഹം കിട്ടുന്നതുകൊണ്ടും. കാരണം ചില സന്ദർഭങ്ങളിൽ ഞാൻ മത്സരിച്ച സമയത്ത് ഉസ്താദിനെ ചിലപ്പോൾ സഹായിച്ചിട്ടുമുണ്ട്, ചിലപ്പോൾ തിരിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് രണ്ടും രാഷ്ട്രീയക്കാർക്ക് അറിയാം. ഉസ്താദ് വിചാരിച്ച രണ്ടും നടക്കുന്നവർക്കറിയാം, അതുകൊണ്ടാണ് വരുന്നത് എന്ന് രാഷ്ട്രീയക്കാരാ പറയുന്നത്. അതൊരിക്കലും എന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടായിരുന്നില്ല. അതൊക്കെ ചില ആശയങ്ങളിൽ അദ്ദേഹം ഊന്നി നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചിലരുടെ ആശയങ്ങളോടുള്ള എതിരഭിപ്രായം കൊണ്ടായി. പക്ഷെ അപ്പോൾ പോലും വ്യക്തിപരമായി എന്നെ വിളിച്ച് ഉപദേശിക്കാനും എന്താ MLA സാറേ ഇറ്റൊക്കെ തിരിയണില്ല, പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും ഉസ്താദ് അന്നും ഇന്നും ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ എന്നും അദ്ദേഹത്തിനോട് കടപ്പെട്ട ആളുവാണ്. കണ്ടങ്ങൾ. അതുകൊണ്ടാണ് നമ്മളെ ബെന്നി ബെഹനാൻ പറഞ്ഞത്, ലീഡർ പൊതുവിൽ പറഞ്ഞ ഒരാൾ, ഉസ്താദ് കുറെ മൂല്യന്മാരുണ്ട്, പക്ഷെ വെറു ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് കാന്തപുരം ഉസ്താദാ. കാരണം ഉസ്താദ് ആകണമെങ്കിൽ നാട്ടുകാർക്ക് പഠിച്ചാൻ പറ്റി പറയണം. പല പ്രത്യേകതകൾ കൊണ്ടും പുതുമ കൊണ്ടും കേരളീയ സമൂഹത്തിന്റെ തെരുവീതികളിലൂടെ കടന്നുപോയ ജാഥകളിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുന്ന ഒരു ജാഥയായി കാന്തപുരം ഉസ്താദിന്റെ ഈ ജാഥ മാറി എന്നതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഥയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ജാഥയുടെ സന്ദേശമാണ്. ജാഥയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ജാഥ നയിക്കുന്ന നേതൃത്വത്തിന്റെ സവിശേഷതയാണ്. ഇത് രണ്ടും ഇവിടെ പ്രധാനമർഹിക്കുന്നു. ഈ ജാഥയ്ക്കൊരു സന്ദേശമുണ്ട്. ഈ ജാഥയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശമാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാന്യനായ AP ഉസ്താദാണ്. ഉസ്താദ് ചില പേരുകൾ ചില ആളുകളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് മാത്രമായി അത് മാറുന്നു. നമുക്കറിയാം, ലീഡർ എന്ന പദം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അത് ഉപയോഗിക്കാം. പക്ഷെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്ന ഒരേ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അത് KK കരുണാകരനായിരുന്നു. ഉസ്താദുമാർ പലരും ഉണ്ടാകും, പക്ഷെ കേരള സമൂഹം അറിയപ്പെടുന്നത്, ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ കേരള സമൂഹം അറിയപ്പെടുന്നത് AP ഉസ്താദിനെയാണ് എന്ന കാര്യത്തിൽ. സഹോദരന്മാരെ, സമൂഹത്തിൽ ഇയാൾക്കൊരു സെക്കൻഡ് പോലും അംഗീകാരമില്ലെന്ന് പറഞ്ഞ അമ്പലക്കടവിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച ആളുകളൊക്കെ നിങ്ങൾ പറഞ്ഞ സമൂഹത്തിലെ മെമ്പറാണോ? ചേളാരിയിലെ മെമ്പറല്ല. ഇവരെ നിങ്ങൾ സമൂഹമായി അംഗീകരിക്കോ? ഇനിയും എത്ര പൊതുസമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് കാണിക്കാൻ കഴിയും? എന്നിട്ട് ഇത്തരം ഒരു സാമൂഹിക ബോധത്തിന്റെ മുന്നിലാണ് പെണങ്ങോടിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് AP ഉസ്താദിനൊരു ആത്മീയ കുറ്റവാളി. ജനാബ് അബൂബക്കർ മുസ്ലിയാർ ഒരു ആത്മീയ കുറ്റവാളിയാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ഈ ആൾക്കാർക്കൊക്കെ തർക്കമുണ്ട്, നിങ്ങൾക്കല്ലാത്തവർക്ക്. ചേളാരിയിലുള്ള 10 ആൾക്കാരല്ലാത്ത നേരത്തെ ഞാൻ കേൾപ്പിച്ചതും ഇനി കേൾപ്പിക്കാനുള്ളതുമായി കേരളത്തിൽ മൂക്ക് കീപ്പട്ടായ മുഴുവൻ മനുഷ്യരും നിങ്ങളുടെ ഈ കുൽസിതമായ ആരോപണങ്ങളിൽ നിങ്ങളോട് എതിർക്കുന്നവരാണ്. ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു അധികാരിക്ക് തർക്കമുണ്ടോ? ഉണ്ട്. ഓല പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചേ. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അദ്ദേഹം ഈ രാജ്യത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും പൊതുസമൂഹത്തിന് മൊത്തം ബോധ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ആ പൊതുസമൂഹം ആ ജാതി വർത്താനൊക്കെ പറഞ്ഞത്, പണയം വെക്കാൻ പറ്റിയ വർത്താനം.
ലേലം വിളിച്ചാൻ പറ്റിയ വർത്താനം പൊതുസമൂഹം പറഞ്ഞത് വെറുതെയല്ല. ഇനി പറയൂ, നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളിൽ യാത്ര നടത്തിയവരില്ലേ? നിങ്ങളിൽ നേതാക്കളില്ലേ? സെക്രട്ടറിമാരില്ലേ? പ്രസിഡന്റുമാരില്ലേ? ഇന്ത്യ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളെ നേതാവ് ഇന്നതാണെന്നും ആ നേതാവ് ചെയ്ത സേവനങ്ങൾ ഇന്നതാണെന്നും പറയാൻ പറ്റുന്ന രണ്ടാളെ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഈ രാജ്യത്ത് പൗരാണികരായ സ്വഹാബ നിർവഹിച്ച ആത്മീയ നവോത്ഥാനം, അതിന്റെ പിന്തുടർച്ചയായി മഖ്ദൂമുമാർ നടത്തിയ നവോത്ഥാന വിപ്ലവം, ആ നവോത്ഥാനത്തിന്റെ കൈത്തിരിയുമായി കടന്നു വന്ന മമ്പുറന്തങ്ങളുടെയും വെളിയംകോട് മിർക്കാലിയുടെയും അത്യുജ്വലമായ കർമ്മപ്പടയോട്ടം, അതിൽ വിള്ളൽ വീഴ്ത്താൻ കടന്നു വന്ന വാന്തര വിഭാഗങ്ങൾക്കെതിരെ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിലെത്തിയ അഹമ്മദ് കുട്ടി മുസ്ലിയാരും നിർവഹിച്ച ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ പിന്തലമുറക്കാരായി ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ കൈത്തിരി ഏറ്റെടുത്ത ആത്മീയ പണ്ഡിതന്മാരുണ്ടല്ലോ, ആ പണ്ഡിതന്മാർ നിർവഹിച്ച ദൗത്യമാണ് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് നിർവഹിക്കുന്നത്. നൂറുകണക്കായ പ്രഭാഷകന്മാർ, ആയിരക്കണക്കായ പൊതുവേദികളിൽ ലക്ഷക്കണക്കായ മലയാളികളോട് ഈ സംഘടനയുടെ അകത്തും പുറത്തുമുള്ള ആളുകൾ അത് വ്യക്തമായി പറയുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന നല്ല മനുഷ്യരോട് വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നന്മയുടെ പേരിൽ സഹകാരികളാകുക, തിന്മക്കെതിരെ മുഖം നോക്കാതെ അകന്നു നിൽക്കണമെന്ന് ഖുർആനിന്റെ ഉപദേശം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നീ ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെയും ആഖിറത്തിൽ ഉപകാരപ്രദമായ അമലുകളായി സ്വീകരിക്കണേ റഹ്മാനെ.